സാമൂതിരിമാരുടെയും കുഞ്ഞാലി മരക്കാരുടെയും പോരാട്ട വീര്യത്തിന്റെയും ഭരണ നൈപുണ്യത്തിന്റെയും വൈദേശിക അധിനിവേശത്തിന്റെയും ചരിത്രമുറങ്ങുന്ന കോഴിക്കോട്. മാനവേന്ദ്രൻ ചിറയെന്ന നഗര സ്ഥിരാകേന്ദ്രമായ മാനാഞ്ചിറയിൽ നിന്നും 4 കിലോമീറ്റർ കിഴക്കും മാനവിക്രമൻ സാമൂതിരിയുടെ നേതൃത്വത്തിൽ തുലാം മാസത്തിലെ രേവതി നാളിൽ 18 കവികളാൽ സമ്പന്നമായ രേവതി പട്ടത്താനം സാംസ്കാരിക സദസ്സിൻ വേദിയായ തളി ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെ സാമൂതിരി രാജവംശത്തിന്റെ കുലദേവത കുടികൊള്ളുന്ന വളയനാട് കാവ്. കാവിന് കിഴക്കും വടക്കും ഭാഗങ്ങളിലായി ഗുരുതിയും ശാക്തേയവും ഉൾപ്പെടെ മധ്യമ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ശാന്തിക്കാരായ മൂസദ്മാരുടെ ഇല്ലങ്ങളും ഇല്ലങ്ങളോട് ചേർന്നുള്ള സർപ്പക്കാവുകൾ. ഞങ്ങൾ 2 ഇല്ലാണ്, കോഴിപ്പുറത്തും നടുവിലപ്പാട്ടിലേ ഉള്ളൂ. ഈ നടുവിലപ്പാട്ടിലെത്തുന്ന പോയതാണ് കോഴിക്കോടൻ പറമ്പ് ഇല്ല. പിന്നെ കോഴിപ്പുറത്ത് പോയതാണ് ഗോകുവിന്റെ ഇല്ല, അരുണിന്റെ അതൊക്കെ അവര് പപ്പന്റെ ഇതൊക്കെ 2 ഇല്ലം വന്ന് അവർ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ 4 ഇല്ലക്കാര്. തിരുവളയനാട്ട് കാവ്, വളയനാട് കാവ്, വള എറിഞ്ഞ വീണ സ്ഥലമാണ്. ആ ഇതിയാണ് അധികം പണ്ട്. അങ്ങനെ വരുന്ന ഒരു തറയുണ്ടായിരുന്നു, അവിടെയാണ് ആടുവെട്ടൊക്കെ പണ്ട്. അതന്നെ അതൊക്കെ അതെ. അപ്പൊ അവിടെയായിരുന്നു ദേവി ആദ്യം. അല്ലല്ല, ആദ്യത്തെ ഇരുത്തം ദേവി അവിടെയാണ്. 2ാം സ്ഥാനം എവിടെ അറിയാം? നമ്മളെ ആത്ത് കടന്നാല് അവിടെ ഒരു തറയില്ലേ, ആ വലിയ കാലിയേര്, അവിടെ ഹോമൊക്കെ നടത്തും. അതാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം അത് ഇപ്പൊ ഇരിക്കുന്നത്. 3ാം സ്ഥാനത്ത് മാത്രമല്ല, അത് ദാരുവിഗ്രഹങ്ങളൊക്കെ ഇത് കാലാകാലം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാവ എത്ര 15 വിഗ്രഹം ബ്രഹ്മകത്ത്. അത് ഓരോ കുറ്റി പ്ലാവാണ് ഓരോന്നും. ബ്രഹ്മാണ്യ മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡി മഹാലക്ഷ്മി 9 ആള് നേരെ ഒരേ വരി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. വീരഭദ്രപ്പുറം 2 ആൾ അപ്പുറപ്പുറം ഉണ്ടായിരിക്കുന്നു. വീരഭദ്ര, പിന്നെ ഗണപതി, ക്ഷേത്രപാലൻ, ഇതൊക്കെ 15 വിഗ്രഹം ദാരുവിഗ്രഹ കുറ്റി ഉണ്ടാക്കി. ഓരോ പ്ലാവിന്റെ കുറ്റിയാണ് ഓരോന്നും. എന്നിട്ട് ഇത് ഓട്ടയായി ഒക്കെ ചതൽ നിന്നിട്ട് അങ്ങനെയാണ് ചാന്താട്ടത്തിന് പ്രശ്നം വെച്ചാൽ ചാന്താട്ടം കഴിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ എല്ലാ കൊല്ലത്തിലും കർക്കിടത്തിൽ ഇപ്പോൾ ചാന്താട്ടം എന്തെന്നാ നന്മാറയെന്ന് കൊണ്ടിരുന്ന 5 ടീം നല്ല ചാന്ത്. അവിടെ പ്ലാവിൻ്റെ തേക്കിൻ്റെ ഉള്ളിൽ നിന്ന് കറ എടുത്തിട്ട്, തേക്കിന്റെ കറ കൊടിയേറ്റവും ഉത്സവം മകരത്തിലെ കാർത്തിക നാളിലാണ് കൊടിയേറ്റം. ഇവിടെ പണ്ട് ഞങ്ങളെ സാമൂതിരി കൊണ്ടുവന്നതാണ്. പണ്ട് മുതൽ കാശ്മീർ ഇതിൽപ്പെട്ടതാണ് ഞങ്ങൾ. ഇവിടെ ബലികർമ്മത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുവന്നതാണ് മോശന്മാർ. പണ്ട് ഇവിടെ ഞങ്ങളെ ഇല്ല, കോഴിപ്പറമ്പത്തെല്ലാം. പിന്നെ 2ആയതാണ് അവിടെ നിന്ന് വന്നതാണ്. നടുവിലപ്പാട്ടില്ല. മാസം പൂജ അങ്ങനെ മാറി എല്ലാവർക്കും. ഇപ്പോൾ തറവാട് ഭാഗം ചെയ്യുമ്പോൾ ശാന്തി ഭാഗം ചെയ്യും. ശാക്തേയ പൂജ ഇപ്പോൾ പണ്ടൊന്നും ഇവിടെ തന്നെയായിരുന്നു. പണ്ട് മുതലേ കാലം ശാക്തേയ പൂജ ഇവിടെ കഴിച്ചു വരുന്ന ഇല്ലങ്ങളിൽ ശാക്തേയ പൂജ കഴിച്ചു വരും. കോഴി ആയതുകൊണ്ട് അമ്പലത്തിൽ ഒഴിവാക്കിയതാണ്. രാത്രിയാണ് ഗുരുതി കഴിക്കുക. ഞങ്ങളിപ്പോൾ പണ്ട് വട്ടോളി ഇല്ലത്തുള്ള ആളവർ കഴിക്കുക പണ്ട് മുതലേ. പിന്നെ അന്ന് ഒന്നും ഉണ്ടാവില്ല, ഒന്നാട്ടം ഉണ്ടാവുകയുള്ളൂ കൊല്ലത്തിൽ. പിന്നെ ഇവിടെ നാഗക്കോട്ടയുള്ള ഇവിടെ കരിനാഗാണ്. നടുവിൽപ്പാട്ട് ഇല്ലത്ത് മറ്റേ അഞ്ഞമണി നാഗാണ്. ചെങ്കുത്തായ വളവും തിരിവുകളും കല്ലും മണ്ണും നിറഞ്ഞ ഇടുങ്ങിയ നടവഴികൾ, മണ്ണ് വകഞ്ഞതും ഇല്ലിമുള്ളും മുളക്കമ്പുകളും ചേർന്ന് കെട്ടിയ വേലികൾ, അതിരുകളായുള്ള ഓലമേഞ്ഞതും ഓടുമേഞ്ഞതുമായ ചുരുക്കം ചില വീടുകൾ.
നടന്നിട്ടല്ലേ പോയിരുന്നു അന്ന്. പിന്നെ നടന്നിട്ട് നടന്നിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് കൊയ്യുന്നേരത്തേക്ക് പോലും. അന്ന് ചെറിയ ഇടവഴിയും ആ കാര്യങ്ങളൊക്കെ. ഇടവഴിയോ ഇതിലൊക്കെ ഇങ്ങനെ പോണെങ്കിൽ തന്നെ പാമ്പുച്ചേരി അറിയില്ല അമ്മത്തെ അങ്ങനത്തെ ഇടയിൽ കൂടി ഇങ്ങനെ പോണം അമ്പലത്തിലേക്ക്. അത് അത്ര വലിയ റോഡൊന്നും ഇല്ലായിരുന്നല്ലോ. അമ്പലത്തിൽ പോകണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോയാൽ. ഓഹോ. അല്ല അമ്പലത്തിൽ തൊഴണമെങ്കിൽ വട്ടോളി കൂടി നേരെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കയറി ഒരു ഇടയിൽ കൂടി ഇങ്ങനെ പോകണം, എന്നിട്ട് വേണം അമ്പലത്തിലെത്താൻ. ഇപ്പൊ ഒന്നും അമ്പലത്തിൽ പോയാൽ ആർക്കും അറിയില്ല. ഇപ്പൊ അമ്പലം നേരിട്ട് തൊഴുക. കോയിന്നേരത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ ഇതിലെങ്ങനെ പോകണം. എത്ര ഇങ്ങനെ ചുറ്റി ഇങ്ങനെ അവിടെ കോയിന്നേരത്ത് സ്കൂളിൽ. വളയനാട് കാവിന്റെ നിർമ്മാണത്തിനായി ഗുരുവായൂരിൽ നിന്നും സാമൂതിരി വരുത്തിയ തച്ചുശാസ്ത്ര വിദഗ്ധരുടെ താമസ സ്ഥലത്തോട് ചേർന്നുള്ള ഗോവിന്ദപുരത്തെ തലശില്ലവൻ കാവ്. ജി.എം. രാമരായന്റെ തറവാട് വീട്ടുപേര് ഗോവിന്ദപുരത്ത് മേത്തൽ തറവാട് എന്നാണ്. ആണ്. ഈ ഗോവിന്ദപുരത്ത് മേത്തൽ തറവാട്ടിലേക്ക് എങ്ങനെയാണ്, എവിടുന്നാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? അതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, പിന്നെ എനിക്കിപ്പോൾ ഒരു 80 വയസ്സാകാറായി. അതിൻ്റെ മുന്നേ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതൽക്ക്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതൽക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടം വെക്ക് എന്നുവെച്ചാൽ 2 തലമുറ പിന്നിട്ടിട്ട്. ശരി. നമ്മൾ അന്നത്തെ ഐതിഹ്യം എന്നോട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഗുരുവായൂർ ഭാഗത്ത് നിന്ന് അവിടെ ഈ ഗോവിന്ദനെന്ന് പ്രദേശം എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശം ഉണ്ട് അവിടെ, ആൽത്തറ. ശരി. ഗുരുവായൂർക്ക് പോണ വഴി ആൽത്തറ, പട്ടാമ്പിന്ന് ഗുരുവായൂർ പോണ റൂട്ടിൽ. ആ റൂട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗോവിന്ദപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങളെ ഈ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന ആശാരിമാർ. ശരി. അതിലൊരു തറവാട് ഗോവിന്ദപുരം അതേമാതിരി അവിടെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. ഓ ശരി. ആ ഭഗവതിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ അമ്മൻ്റെ അടുത്തേക്ക് ശ്രീവളനാട് ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ തച്ചുപണിക്ക് വേണ്ടി, അതിൻ്റെ അമ്പലത്തിൻ്റെ ഈ ആശാരി പണികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചേനൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ, അച്ഛൻ്റെ പേര് ചേനൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അവരെ വേറെയും തലമുറയായിരിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകുക, നമുക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ഈ ഗോവിന്ദപുരത്ത് കൊണ്ടുവരാൻ കാരണം ഈ അമ്പലത്തിൻ്റെ പണിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം കൊണ്ടുവന്നത് ഇവിടെ വന്ന് അത് 2 തറവാടായി ഭാഗിച്ച്. അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, അമ്പലങ്ങളിൽ പുല വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പുലയുണ്ടെങ്കിൽ അവർ പണിയെടുക്കുക, അവർക്ക് പുലയുണ്ടെങ്കിൽ ഞങ്ങൾ പണിയെടുക്കുക. 2 സ്ഥലത്തും പുലയുണ്ടെങ്കിൽ, എനിക്കൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പുലയുണ്ടെങ്കിൽ നമ്മൾ പുറമെ നാളെ വിളിച്ചിട്ട് അതിൻ്റെ ജോലി ചെയ്യിപ്പിക്കുക. തലശില്ലവ ക്ഷേത്രം എന്നുള്ളതിന്റെ എന്താ ഇവിടെ പ്രതിഷ്ഠ എന്താണ്? ഇവിടെ ശിവന്റെ ഒരു അവതാരമാണ് തലശില്ലവ ക്ഷേത്രം എന്ന് പറയുന്നത്. മലദൈവങ്ങളാണെന്ന് തോന്നുന്നത്, അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്സവങ്ങൾ നടത്താറുണ്ട്. വലിയ ഉത്സവങ്ങളും അച്ഛനുള്ള കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായിട്ട് ഇവിടെ നമ്മളെ പ്രദേശവാസികൾ എല്ലാവരും ഇവിടെ കൂടി 1000, 3000, 4000 നാളികേരത്തിന്റെ ചിരട്ടൊക്കെ കൊണ്ട് ഇവിടെ ഞങ്ങളെ കൊണ്ട് തട്ടിക്കിച്ചിരിക്കുന്നത്. ശരി. അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 4000 നാളികേരത്തിന്റെ ചിരട്ടയൊക്കെ കൊണ്ടുവന്ന് കുന്നുപോലെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ആണ് അക്കാലത്ത് നടത്തിയിട്ടുള്ളത്. കിഴക്കതിരായി നിൽക്കുന്ന എരവത്ത് കുന്നിലെ സുഖശീതളക്കാറ്റേറ്റ് മഞ്ഞയും ചുവപ്പും നിറത്തിൽ തേനൂറുന്ന പറങ്കി മാങ്ങകളുമായി പറങ്കിമാവിൻ കൂട്ടങ്ങൾ. ഇളം കാറ്റിലും ആടിയുലഞ്ഞ് നൃത്തം വയ്ക്കുന്ന മുളങ്കൂട്ടങ്ങൾ. മാവും പ്ലാവും വൻമരങ്ങളും നിറഞ്ഞ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ടെലിഫോണും വൈദ്യുതിയും എത്താതെ നഗര കാഴ്ചകൾക്ക് ഇടം നൽകാത്ത നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗോവിന്ദപുരം പ്രദേശം. തകർന്നതോ തകർക്കപ്പെട്ടതോ എന്ന് വ്യക്തമല്ലാത്ത ക്ഷേത്രാവശിഷ്ടങ്ങളും അങ്ങിങ്ങായി ഓടുമേഞ്ഞ 1-2 പീഡികമുറികളും വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ കുരുന്നുകൾക്കായി തുറന്നു വെച്ച ഗോവിന്ദപുരം സ്കൂൾ എന്ന സരസ്വതി ക്ഷേത്രവും ഭാരം ചുമക്കുന്നവർക്ക് തല താങ്ങായുള്ള അത്താണി കല്ലുകളുമായിരുന്നു 1950-കളിലെ ഗോവിന്ദപുരത്തിന്റെ അതിരടയാളം. കറണ്ട് വരുന്ന ഇവിടെ വിളക്ക് ചെയ്തു, മറ്റേ ചെറിയ വിളക്ക് റോഡിന് മുകളിലൊക്കെ ചെല്ലണം. പണ്ട് ഇവര് കത്തിച്ചാരാണ് പറയുന്നത്, പേരറിയില്ല, ഡോക്ടറാണ്, അവര് കത്തിച്ചാണ്.
ഇവിടെ വിളക്ക് തിരി മാത്രമുണ്ട്, അമ്പലത്തിൽ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. എണ്ണ വിളക്കേ ഉണ്ടായിരുന്നു പണ്ട്. പണ്ടൊന്നും വരുമാനമില്ല അമ്പലത്തിൽ, അപ്പം വരുമാനമായി. പണ്ട് ഞാൻ 74 ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും വഴിപാടായിട്ടൊന്നുമില്ല. വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. പുതിയപാലം വഴിക്ക് വരുമ്പോൾ പുതിയപാലത്തെ ചൂട്ടൊക്കെ വെക്കുന്ന ഒരു പീടിക ഉണ്ടായിരുന്നു. ചൂട്ട് വാങ്ങും. ആ. അവിടെ കുതിരവണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ റിക്ഷ വണ്ടി. പാലത്തിന്റെ അപ്പുറം ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗം ഇറക്കാണ്ട് ഇറങ്ങിയാൽ പിന്നെ ഈ പുഴേൻ്റെ അവിടെ ശ്മശാനത്തിന് അവിടെ ഒരു മരപ്പാലം ഉണ്ട്. ആ മരപ്പാലം കടന്നിട്ട് അങ്ങോട്ട് പോയി. ആ കാലത്ത് ഇവിടെ വളയനാട് ക്ഷേത്രത്തിൽ പിന്നെ ഉത്സവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രിക് ലൈറ്റ്, ഇവിടെ ഇലക്ട്രിക് ലൈറ്റ് ഒന്നും എത്തിയില്ല. ഈ പറഞ്ഞ വലിയ വലിയ വീടുകളൊന്നും ഒരു സ്ഥലത്തും ഇലക്ട്രിക് ലൈറ്റ് എത്തിയില്ല. ഇലക്ട്രിക് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, ഇല്ലാത്തൊരു കാലം. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മണ്ണെണ്ണ പാർന്ന് കത്തിക്കുന്ന ഒരു നമ്മളെ പഴയ പാനീസ് എന്ന് പറയുന്ന ഒരു സൈസ് വിളക്കുണ്ട്. പാനീസ് എന്ന് അതിനെ പറയും. ഗോവിന്ദപുരം ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോഴുള്ള പീടിയില്ലേ, ഗോകുലിന്റെ പീടിയ, എണ്ണി കുടിച്ചെന്നാണ് ആളിരുന്നത്. എൻ്റെ ഓണർ അറിയുന്നത്. അത് GP ചന്ദ്രൻ്റെ അച്ഛൻ്റെ അടുത്ത് തമ്പിയേട്ടൻ എന്ന് പറഞ്ഞാൽ പോലെ എടുത്തുന്ന ഇയാള് പീടി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലത്ത് ചോദിച്ച് വാങ്ങിയിട്ട് അങ്ങനെ കിട്ടിയതാണ്. ഒന്നത്. രണ്ട്, ഗോവിന്ദപുരത്ത് കോൺഗ്രസ് ഓഫീസ് മേലെ ചർക്കാ ക്ലാസ് ഇതൊക്കെ നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ മേലെ വാസേട്ടന്റെ പീടിയന്റെ മേലെ ഈ ആ പീടിയന്റെ മേലെ വാസേട്ടനാണ് അതിൽ വളരെ കൊല്ലങ്ങളോളം കച്ചവടം ചെയ്തിട്ടുള്ളത്. വാസേട്ടനും അയാളെ ഏട്ടൻ്റെ അപ്പേട്ടെ ഒരു 2 പേരാണ് ഉണ്ടായത്. അപ്പോൾ ഈ വാസേട്ടന്റെ പീടിയയിലാണ് ഇവിടെയുള്ള ഒരുവിധം പ്രായക്കാരൊക്കെ വന്ന് പേപ്പർ വായിക്കലും എല്ലാം കഥ പറയലും അടി ഉണ്ടാക്കലും ഒക്കെ ഇയാൾ വീടിന്റെ മുന്നിൽ നിന്നാണ് ഉണ്ടായത്. അതിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് പറങ്ങോടച്ചൻ ഉണ്ടായിരുന്നു. പറങ്ങോടച്ചനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ചെറിയൊരു കലാകാരനാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ അയാളിൽ നിന്ന് വരുന്ന ഗാനങ്ങൾ അത് വലിയൊരു ഇത് തന്നെയാണ്. നല്ല പാട്ടുകളാണ് വരുന്നത്. ചെത്താൻ പോകരുതേ അച്ഛ ഇനിമേലിൽ ചെത്താൻ പോകരുത്, അത് റിപ്പീറ്റ് ചെയ്യാണ്. സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഗോവിന്ദപുരത്തുകാരിൽ എത്തിക്കാൻ 1950 കാലഘട്ടത്തിൽ ഗോവിന്ദപുരം കവലയിൽ ഒരു വായനശാല പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും 1-2 വർഷത്തിനു ശേഷം അതിന്റെ പ്രവർത്തനത്തിന് എന്നേക്കുമായി താഴ്വീണു. പുതിയ പാലത്തെ ശേഖരവിലാസം വായനശാലയും പ്രവർത്തനം മുടങ്ങിക്കിടപ്പായിരുന്നു. കുതിരവട്ടത്തെ ദേശപോഷിണി ലൈബ്രറി മാത്രമായിരുന്നു കലാ സാഹിത്യ അഭിരുചിക്കാർക്ക് ഏക ആശ്രയം. അന്നത്തെ യുവതലമുറയ്ക്ക് ഒത്തുചേരുവാനും ഫുട്ബോൾ അടക്കമുള്ള കളികളിൽ ഏർപ്പെടാനുമുള്ള ഏക ഇടം ഗോവിന്ദപുരം സ്കൂളിനോട് ചേർന്ന് നാശോന്മുഖമായി കിടന്ന അമ്പലപ്പറമ്പായിരുന്നു. വൈകുന്നേരങ്ങളിൽ അമ്പലപ്പറമ്പ് ഫുട്ബോൾ കളിക്കാരും അമ്പലത്തിന്റെ തകർന്നു കിടന്ന കരിങ്കൽ ഭിത്തികൾ സാഹിത്യ അഭിരുചിയിലുള്ള യുവാക്കളും കൈയടക്കുമായിരുന്നു. കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അമ്പലപ്പറമ്പിലെ സായാഹ്നങ്ങളെ സമ്പുഷ്ടമാക്കിയവർക്ക് തങ്ങളുടെ സാഹിത്യ സൃഷ്ടികൾ മെച്ചപ്പെടുത്തുവാനും അവയെ പൊതുധാരയിലെത്തിക്കുവാനും തങ്ങളാലാവും വിധം ഒരു മാസിക വേണം എന്ന ആശയം ഉടലെടുത്തു. 1953 നവംബർ മാസം സാഹിത്യ വാഞ്ചയുള്ള ഗോവിന്ദപുരത്തെ യുവാക്കളുടെ സാക്ഷാത്കാരത്തിന്റെ പുത്തൻ പുലരി പിറന്നു. പി ബാലകൃഷ്ണൻ, പി ശിവശങ്കരൻ എന്നിവരുടെ പത്രാധിപത്യത്തിൽ പുലരി കയ്യെഴുത്തു മാസിക 1-ാം ലക്കം പുറത്തു വന്നു. പുലരിയുടെ തുടർ ലക്കങ്ങൾക്കായി പണം കണ്ടെത്തുകയെന്നത് വിഷമകരമായ ദൗത്യമായിരുന്നു. പുലരിയുടെ നിലനിൽപ്പിനായി തിരുവാതിര രാവിൽ പൊറാട്ട് നാടകങ്ങൾ അവതരിപ്പിക്കാൻ പത്രാധിപ സമിതി തീരുമാനിച്ചു. KV ജനാർദ്ദനൻ, TP നാരായണ പിഷാരടി എന്നിവർ ചേർന്ന് സംഗീത ശ്രവ്യ നാടകം തിരുവാതിര രാവിൽ വീടുകൾ തോറും അവതരിപ്പിച്ചു. പുലരിയുടെ ലക്കങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പണം സ്വരൂപിച്ചു. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പുലരിയുടെ പ്രവർത്തനങ്ങൾക്കുമായി ഒത്തുചേരുവാൻ ഗോവിന്ദപുരത്ത് ഒരു ഇടം ഇല്ലാതിരുന്നത് പുലരിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ വൈഷമ്യങ്ങൾക്കിടവരുത്തി.
സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും വിജ്ഞാനത്തിന്റെ വാതായനങ്ങളിലേക്കുള്ള ചുവടുവെപ്പെന്ന നിലയിൽ ഒരു വായനശാല തുടങ്ങുക എന്ന ആശയം പുലരിയുടെ പ്രവർത്തനത്തോടൊപ്പം പ്രവർത്തകരിൽ ഉടലെടുത്തു. വായനശാല എന്ന ആശയ സഫലീകരണത്തിന് വിഘാതമായത് അനുയോജ്യമായ കെട്ടിടം കണ്ടെത്തുന്നതിനുള്ള വൈഷമ്യമായിരുന്നു. നാരകശ്ശേരി രാരിച്ചന്റെ ഓടുമേഞ്ഞ പീഡികമാളിക വാടക നൽകി കൈവശം വച്ചിരുന്ന ഇടം വായനശാലയ്ക്കായി വിട്ടു നൽകാനുള്ള സന്നദ്ധത കെ രാഘവ പണിക്കർ എന്ന KR പണിക്കർ പുലരിയുടെ പ്രവർത്തകരെ അറിയിച്ചു. കെട്ടിടമെന്ന കടമ്പ പിന്നിട്ട് വായനശാലയുടെ തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുവാൻ പുലരിയുടെ പ്രവർത്തകർ അമ്പലപ്പറമ്പിൽ ഒത്തുചേർന്നു. ഗോവിന്ദപുരം ലൈബ്രറി എന്ന അക്ഷരദീപത്തിന്റെ പ്രഥമ പ്രവർത്തക സമിതി അമ്പലപ്പറമ്പിലെ കരിങ്കൽ കെട്ടിൽ നിന്നും പി ബാലകൃഷ്ണൻ പ്രസിഡന്റും കെ കരുണാകരൻ നായർ സെക്രട്ടറിയുമായി രൂപം കൊണ്ടു. പി നാരായണദാസ് വൈസ് പ്രസിഡന്റ്, ടി നാരായണൻ നായർ ജോയിന്റ് സെക്രട്ടറി, പി ചന്ദ്രശേഖരൻ ലൈബ്രറിയൻ, പി ശിവശങ്കരൻ, PA ബാലകൃഷ്ണൻ, TY ശങ്കരൻ നായർ, MC ഗോവിന്ദൻകുട്ടി, T ബാലകൃഷ്ണൻ നായർ, KV ജനാർദ്ദനൻ, MK ഭാസ്കരൻ, TP നാരായണ പിഷാരടി എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. KR പണിക്കർ, MK ശിവശങ്കര മേനോൻ, TN പെരച്ചൻ, MK മാധവൻ, MP കുഞ്ഞിരാമൻ എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. വായനശാലയെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ട പുസ്തകങ്ങൾ പലരിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ചു. നാഗേരി അച്യുതൻ മുഖേന അത്യാവശ്യം വേണ്ട 2 ബെഞ്ചുകൾ, 1 മേശ എന്നിവയും 200ഓളം പുസ്തകങ്ങളും ലഭിച്ചു. പ്രവർത്തനം നിലച്ചുപോയ പഴയ വായനശാലയുടേതായിരുന്നു ഇവയെല്ലാം. രാരിച്ചന്റെ പീടികയുടെ മുകൾ നിലയിലെ ഇടുങ്ങിയ വാടക കെട്ടിടത്തിൽ ഗോവിന്ദപുരത്തിന്റെ സാംസ്കാരിക രംഗത്ത് 1954 ഫെബ്രുവരി 7 ഞായറാഴ്ച ഗോവിന്ദപുരം ലൈബ്രറി എന്ന അക്ഷരദീപം പ്രകാശമാനമായി. പുതിയ അംഗങ്ങളെ തേടിപ്പിടിച്ച് ഒരുവിധം പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. 4 അണയായിരുന്നു വരിസംഖ്യ. പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് 8 അണയും. മണ്ണെണ്ണ വാങ്ങാനും വാടക നൽകാനുമുള്ള പണം വരിസംഖ്യയിൽ നിന്നും കണ്ടെത്തി. പുസ്തകങ്ങളുടെ ദൗർലഭ്യത്തിൽ നിന്നും കരകയറുവാൻ പ്രവർത്തക സമിതി അംഗങ്ങൾ മാസം തോറും 1 പുസ്തകം വീതം ലൈബ്രറിയുടെ ഗ്രന്ഥശേഖരത്തിലേക്ക് സംഭാവന ചെയ്തു. പുസ്തകങ്ങൾ സൗജന്യമായി PA ബാലകൃഷ്ണൻ ബൈൻഡ് ചെയ്യുമായിരുന്നു. വായനശാലയുടെ ധനശേഖരണാർത്ഥം തിരുവാതിരയ്ക്ക് പൊറാട്ട് നാടകങ്ങൾ അവതരിപ്പിച്ചു. ആയുധപൂജ ആഘോഷവും ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നു. പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള തീരുമാനപ്രകാരം TY ശങ്കരൻ നായർ സെക്രട്ടറിയും PV അച്യുതൻ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി സാഹിത്യ സമിതി രൂപീകരിച്ചു. പ്രസംഗ പരിശീലന കളരികൾ ആഴ്ചകൾ തോറും സംഘടിപ്പിച്ചു. 1954 P നാരായണദാസിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി പരസ്പരക്കുറി ആരംഭിച്ചു. ലൈബ്രറിക്ക് സ്വന്തം കെട്ടിടം പണിയണമെന്ന അംഗങ്ങളുടെ തീരുമാനപ്രകാരം സ്ഥലം കണ്ടെത്തുവാൻ K രാമചന്ദ്ര മേനോനെയും MCR പണിക്കരെയും ചുമതലപ്പെടുത്തി. ഏറെ താമസിയാതെ വാടക കെട്ടിടത്തിന്റെ മുൻവശത്ത് പാറക്കൽ രാമൻ മേനോനിൽ നിന്നും 25 രൂപ സൗജന്യവും 3 രൂപ താരായ്മയുമായി 8 സെന്റ് സ്ഥലം ലൈബ്രറി സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. കെട്ടിട നിർമ്മാണത്തിനായി MCR പണിക്കർ പ്രസിഡന്റും PC കുട്ടി സെക്രട്ടറിയുമായി 11 അംഗ ബിൽഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കെട്ടിട നിർമ്മാണത്തിന് വേണ്ട പണിയും മറ്റു വസ്തുക്കളും സംഭാവനയായും കോടതി മുഖേനയും സ്വീകരിച്ചു. വാടക കെട്ടിടത്തിൽ നിന്നും വായനശാലയ്ക്ക് സ്വന്തം കെട്ടിടമെന്ന പ്രവർത്തകരുടെ ആഗ്രഹം 1956 ആഗസ്റ്റ് 12 ഞായറാഴ്ച സഫലീകൃതമായി. വായനശാല സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ ആ കാലത്തുണ്ടായിരുന്ന ലൈബ്രറിയുടെ പ്രവർത്തനത്തെ പറ്റി ഒന്ന് വിവരിച്ചു തരുമോ? ആ കാലത്തെ ലൈബ്രറിയുടെ പ്രവർത്തനം എന്ന് പറയല്ല, ലൈബ്രറി തുടങ്ങുന്നതിന് മുമ്പത്തുള്ള പശ്ചാത്തലം പറയണം. ഞങ്ങൾ ആ അമ്പലപ്പറമ്പിൽ കരിങ്കല്ല് വിരിച്ചിട്ടുള്ള അതിൽ വന്നിരിക്കും വൈകുന്നേരം തുറ പറഞ്ഞിട്ട്. അങ്ങനെ തുറ പറയുമ്പോൾ പിന്നെ ഒരു തോന്നലുണ്ടായി, ഒരു കയ്യെഴുത്ത് മാസിക തുടങ്ങാം. പുലരി എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് മാസിക
അതെ. ആ കയ്യെഴുത്ത് മാസികയ്ക്ക് അന്നത്തെ വിലയ്ക്ക് സമ്മാനം കിട്ടി. ഓ. അതിൽ നിന്നാണ് വായനശാലയിലേക്ക് വരുന്നത്. വായനശാല എന്ന് പറയുമ്പോൾ നമ്മുടെ വളയനാട് വായനശാല, മാങ്കാവിൽ. അതെ. ആഴ്ചോട്ട് സൗജന്യ വായനശാല. പിന്നെ അങ്ങനെ കുറച്ച് വായനശാലകളെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത്. നമ്മുടെ ഗോവിന്ദപുരം ലൈബ്രറി പണ്ട് കാലത്ത് ഇപ്പോഴുള്ള ലൈബ്രറിയുടെ മുൻവശത്തല്ലായിരുന്നോ? രാരിച്ചൻ എന്ന് പറഞ്ഞ ആളുടെ പീടികയുടെ മുകളിലല്ലായിരുന്നോ യെസ്, ആദ്യം ഉണ്ടായിരുന്നത്? ആ പീടികയുടെ മുകളിലായിരുന്നു. അന്ന് ധാരാളം പുസ്തകങ്ങളൊക്കെ ആരെങ്കിലും സംഭാവനയൊക്കെ തന്നല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പലരും കൊണ്ടുത്തരും. അങ്ങനെയാണത് പ്രവർത്തനം ഉണ്ടായത്. ഞങ്ങളങ്ങനെ ഞായറാഴ്ച ആയാലും ഇറങ്ങും പിരിവിന്. പിന്നെ അന്ന് അക്കാലത്ത് ലൈബ്രറിക്ക് വേണ്ടിയിട്ട് പൊറാട്ട കളിച്ച് ഡാൻസ് കളിച്ച് അത് ദൃശ്യനാടകമൊക്കെ അഭിനയിച്ച ആളാണ്. ദൃശ്യനാടകങ്ങൾ തിരുവാതിര ശ്രവ്യനാടകം. ദൃശ്യമില്ല. കർട്ടന്റെ പിന്നിൽ വന്നിട്ട് ഞങ്ങളെങ്ങനെ കവിത ചൊല്ലും. അതാണ് ശ്രവ്യനാടകം. പിന്നെ അക്കാലത്ത് ലൈറ്റ് സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുരിഞ്ഞു കെട്ടുന്ന ചിമ്മിനി വിളക്കിന്റെ ഇച്ചിരിവട്ടത്തിലുള്ള പ്രകാശത്തിലിരുന്നാണ് വായന ആരംഭിക്കുന്നത്. അക്ഷരത്തിന്റെ മധുരവും അറിവിന്റെ പ്രകാശവും ആ വെളിച്ചത്തിലൂടെയാണ് നേടിയത്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും, ശരിയായി മധുരിച്ചിടും സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. അന്ന് നമ്മുടെ ഈ ലൈബ്രറിയുടെ മുൻവശം കുഞ്ഞി ഇടവഴിയല്ലായിരുന്നോ? അതാ പറഞ്ഞത്, ചെറിയ ഇടവഴിയാ. പിന്നെ അതൊക്കെ വെട്ടി വെളിച്ചത്താക്കി. ഒരു പാമ്പ് കിടന്നാലും ചവിട്ടിപ്പോവും. വെളിച്ചല്ല. അങ്ങനെ വളരെ മക്കളെ അമ്മമാര് പറയാ, കാക്കില് നോക്കി പോകണം മക്കളെന്നാ. കാക്കില് നോക്കണം എന്ന് പറഞ്ഞതിന്റെ ഈ കാവലും അടിയിൽ പാമ്പോ ഇഴജന്തുക്കളോ ഉണ്ടാവും. അത് ഈ ഭാഷ കാക്കില് നോക്കി പോകണം. ഇന്നിപ്പം ഇലക്ട്രിസിറ്റി വന്നു. അതാ ഞാൻ പറഞ്ഞ, മുരിഞ്ഞു കെട്ടുന്ന ചിമ്മിനി വിളക്കിന്റെ ഇച്ചിരിവട്ടത്തിലുള്ള പ്രകാശത്തിലാണ് വായന ആരംഭിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോ അമ്മമാർക്കൊന്നും കാക്കിന് നോക്കി പോകണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞത്. ഇന്നിപ്പോ ഇതല്ലേ. ആ കാലത്ത് നമുക്കിവിടെ ലൈബ്രറിയുടെ മുന്നിൽ കൂടെ റോഡ് ഇല്ലായിരുന്നല്ലോ. അന്ന് റോഡ് വെട്ടാൻ വേണ്ടി പ്രവർത്തിച്ചത് ആരിലേക്കായിരുന്നു എന്ന്? അത് KR പണിക്കരുണ്ടായിരുന്നു. KR പണിക്കരായിരുന്നു ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്ന ആള്. ഉണ്ടായിരുന്നു. പിന്നീട് വേറെ KR പണിക്കരും എന്ന് പറഞ്ഞ റോഡാണ്, ആളുടെ പേര് തന്നെയാണ് KR പണിക്കർ റോഡ്. ഞാൻ കേട്ടിട്ടുണ്ട് KR പണിക്കർ രാവിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാരും വിളിച്ചുണർത്തിയിട്ടാണ് ഇവിടെ റോഡ് പണി തുടങ്ങാറെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ഗോവിന്ദപുരം സ്കൂൾ ഉണ്ടായിരുന്നില്ലേ? ഗോവിന്ദപുരം സ്കൂൾ. അന്ന് ആരായിരുന്നു അവിടെ സ്കൂളൊക്കെ മാനേജരൊക്കെ? എങ്ങനെയല്ലോ ഓർമ്മയുണ്ടോ? അമ്മൂമ്മയും ഗോവിന്ദപുരം സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ നാരായണ മാഷ് ഉണ്ടായിരുന്നില്ല? നാരായണ മാഷ്, യെസ്. ഖദറിന്റെ പൊതയൊക്കെ ഉണ്ടായിരുന്നു, ഖദർക്കുപ്പായിട്ടുള്ള. നാരായണ മാഷെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഗോവിന്ദപുരം സ്കൂളില്. ഖദറിന്റെ ജുബിയും ആ പൊതയൊക്കെ വരുമ്പോൾ തന്നെ ഒരു മാന്യന്റെ ഉണ്ടായിരുന്നു. ആർക്കൊരു ഭയമൊക്കെ വരും. ആ സ്നേഹത്തിലാണ് ആരും പഠിച്ചു പോകും. 1956 നവംബർ 1 ഭാഷാ അടിസ്ഥാനത്തിൽ തിരുക്കൊച്ചിയും മലബാറും കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം രൂപീകൃതമായി. 1957 തിരുക്കൊച്ചിയിലെയും മലബാറിലെയും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ സംയോജിപ്പിച്ച് കേരള ഗ്രന്ഥശാലാ സംഘം നിലവിൽ വന്നു. കേരള ഗ്രന്ഥശാലാ സംഘത്തിൽ ഗോവിന്ദപുരം ലൈബ്രറിയും അംഗത്വമായി. ഗോവിന്ദപുരത്തെ അമ്പലപ്പറമ്പിൽ രൂപം പ്രാപിച്ച ഗോവിന്ദപുരം ലൈബ്രറി 1958 മുതൽ സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്ന സ്ഥാപനമായി മാറി. കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും പ്രോത്സാഹനവും നൽകുന്നതിനായി
AK ചന്ദ്രാംഗതൻ കൺവീനറായി 1956 മെയ് 20 ഞായറാഴ്ച വായനശാല കലാസമിതി രൂപീകരിക്കുകയും 1956 ജൂൺ 24 VM ഫൊറോത്തിന്റെ അധ്യക്ഷതയിൽ TVK കലാസമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി രൂപീകൃതമായതിനു ശേഷം കലാപരിപാടികളോടെ ആദ്യമായി നടത്തിയ പൊതുപരിപാടി കൂടെയായിരുന്നു കലാസമിതിയുടെ പ്രവർത്തനോദ്ഘാടനം. പിന്നെ ഒരുപാട് ആക്റ്റീവ് വർക്കേഴ്സ് കുറേ ഒരു നല്ല കലാസംഘടന ഉണ്ടായിരുന്നു. നമ്മളെ ചന്ദ്രൻ മാതൃമ്പിലുള്ള ചന്ദ്രനിലെ അച്ചമ്പറമ്പിൽ ചന്ദ്രൻ, അയാളായിരുന്നു അതിന്റെ ചാർജ്. അവരൊക്കെ ഒരുപാട് ജോലി ചെയ്തവരോ ലൈബ്രറിയുടെ പ്രവർത്തനത്തിനുണ്ട്, കലാസംഘടനയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അതെ. പിന്നെ അയാളുടെ അനിയൻ കൃഷ്ണൻകുട്ടി അവരൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരാണ്. ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതെ. പിന്നെ ഒരു TK ചന്ദ്രൻ ഉണ്ടായിരുന്നു. TK ചന്ദ്രൻ ഉണ്ടായിരുന്നു, ഇവിടെ നെല്ലിക്കോട് താമസിക്കുന്ന മൈലാമ്പാടി. അദ്ദേഹം പിന്നെ ട്രാൻസ്ഫർ ആയിട്ട് എവിടെ പോയപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി. ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ ഒരു ദേവദാസ് ഉണ്ടായിരുന്നു, പള്ളിക്കര ദേവദാസ് ആയിരുന്നു കയ്യെഴുത്തും മാസികയൊക്കെ നടത്തുന്നതിൽ വലിയ ഹെൽപ്പ് ചെയ്ത അദ്ദേഹമായിരുന്നു എഴുതി. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹം. പിന്നീട് ഭോപ്പാലിലേക്ക് പോയി. അയാൾ മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അതേമാതിരി ഒരു കൃഷ്ണനുണ്ണി ഉണ്ടായിരുന്നു, നമുക്ക് കൃഷ്ണനുണ്ണിയേട്ടൻ, രാമനുണ്ണി, അവരൊക്കെ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്തവരാ. രാമചന്ദ്രൻ വളരെ നേരത്തെ മരിച്ചുപോയി. അദ്ദേഹം ബോംബെയിലേക്ക് പോയ ആളാണ്, അവിടെ മരിച്ചു. കുട്ടികളുടെ കലാ സാംസ്കാരിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുക, ലൈബ്രറി പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടെ ഭാഗഭാക്കാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 1957 ആഗസ്റ്റ് മാസം ബാലസംഘം പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ ബാലസംഘം പ്രവർത്തനത്തിലൂടെയാണ് മിക്കവരും സംസാരിക്കാനൊക്കെ പഠിച്ചത് തന്നെ. ഒരു സ്റ്റേജിൽ കയറി നിൽക്കാനൊക്കെ എന്തായിരുന്നു അറിയോ, ചിലർക്കൊക്കെ നമ്മൾ എഴുതി കൊടുക്കും, അത് പഠിച്ചിട്ട് വന്നിട്ട് പറയും. എല്ലാവർക്കും ഭാഷ കിട്ടണ്ടേ. എനിക്ക് മുമ്പേ ലൈബ്രറിയനായിട്ടുണ്ടായിരുന്നത് രാജശേഖരനായിരുന്നു. രാജശേഖരന് എന്തോ അസൗകര്യം ജോലി സംബന്ധമായിട്ടാണെന്നാണ് പോകുന്ന സംബന്ധിച്ചാണ് ഞാൻ പിന്നെ ആ ഒഴിവിലേക്ക് അവിടെ കയറിയത്. അന്ന് പിന്നെ സഹകരിക്കാനായിട്ട് പിന്നെ സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, കെ സുബ്രഹ്മണ്യൻ ഉണ്ടാവാറുണ്ട്. ആളെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ശരി. അപ്പോൾ പിന്നെ നമ്മളെ വായനശാല എന്ന് പറഞ്ഞാൽ ആ കാലത്തെ വായനശാല പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ ഉള്ള ഭരണസമിതിയും അവരുടെ അസാധാരണമായ കഴിവും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു ഒരാളെ പേര് ഓർമ്മ വരുന്നത് മുജു എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അയാള് മണത്തോളം AR-ലിട്ട ജോലിയുള്ള ഒരാൾ, മുജു അങ്ങനെ ഒരാളെ പറ്റി എനിക്കൊരു ഓർമ്മയുണ്ട്. നല്ല പ്രവർത്തകരായിരുന്നു. പിന്നെ പള്ളിക്കര ദേവദാസ് എന്ന ആള്, ഹാൻഡ് റൈറ്റിംഗ്, ആളെ കയ്യക്ഷരം മാത്രം മതി അയാളെ അറിയാൻ. നല്ല പേഴ്സണാലിറ്റി, നല്ല പെരുമാറ്റം, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു നമ്മളവിടെ കയ്യെഴുത്ത് മാസികയിൽ അയാളെ ഇത് കാണാം. നല്ല ഇതാണ്. പിന്നീട് ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പിന്നെ നിങ്ങളുടെ ജ്യേഷ്ഠൻ വരെ ഉള്ളവർ വളരെ നന്നായിട്ട് ഈ ലൈബ്രറി ആയിട്ട് ജോലിച്ചു പോയവരാണ്. ബാലസംഘത്തിലൂടെയാണ് ഇവരൊക്കെ വളർന്നത്. ബാലസംഘത്തിലാണ് ഞാനും വന്നത്. പക്ഷെ ഞാൻ വരുമ്പോൾ ബാലസംഘത്തിൽ പിന്നെ വലിയ ഇതൊന്നുമില്ല, എൻ്റെ പങ്കാളിത്തമൊന്നുമില്ല. എൻ്റെ തൊട്ട് മുമ്പിലുള്ള കുട്ടികളാണ് അതിലൊക്കെ ഉണ്ടായത്. ശ്രീ ശശിമോഹനൻ, രാജ്മോഹൻ, അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല ബാലസംഘ പ്രവർത്തകരായിരുന്നു. പിന്നെ രാഘവ പണിക്കരുടെ ഒരു മകളുണ്ടായിരുന്നു, സ്നേഹപ്രഭ. അവരൊക്കെ ഇവിടുന്ന് പോയവരാണ്. അവരവന് ഗുരുവായൂർ ലെക്ചറായിട്ടാണ് അയാള്. അവര് അക്കാലത്ത് സ്നേഹപ്രഭയും ബാലസംഘത്തോടെ അവർ വളർന്നത്. നല്ല പ്രാസംഗികയോടെയായിരുന്നു പിൽക്കാലത്ത് അവര്. ഞാൻ വായനശാലയിൽ കയറി വരുന്നത് പിന്നെ എൻ്റെ 10ാമത്തെ വയസ്സിലാണ് എൻ്റെ ഓർമ്മ. ഇപ്പം എനിക്ക് 77 വയസ്സായി. 67 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാനിപ്പം ഓർമ്മയിലേക്ക് എടുക്കുന്നത്. അതിപ്പോൾ ഞാൻ അന്ന് കയറി വരുമ്പോൾ ഷർട്ട് പോലും ഇട്ടിട്ടില്ല, ഒരു ട്രൗസർ, വലിയ ട്രൗസർ ഇട്ടിട്ടാണ് വായനശാലയിലേക്ക് കയറി വരുന്നത്. MK രാമചന്ദ്രനാണ് ഞങ്ങളെ
കൺവീനറായി ഞങ്ങളെല്ലാം നയിച്ചു കൊണ്ടുവന്നത്. ഗോവിന്ദർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്പലപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ പല കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ രാമേന്ദ്രനാണ് ഞങ്ങളുടെ ബാലസംഘത്തിലേക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കവിതകളൊക്കെ പറഞ്ഞു തന്നും രാമേന്ദ്രനാണ്. പിന്നെ 75-76 കാലഘട്ടത്തിലാണ് ഞാൻ സെക്രട്ടറി ആയത്. അന്ന് പി കുഞ്ഞുണ്ണിമേനോൻ പ്രസിഡന്റ്, സി അപ്പുട്ടി വൈസ് പ്രസിഡന്റ്, വനിതാ കൺവീനറായി കമലാഷ് ടീച്ചർ. അന്ന് ഞങ്ങൾ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ വ്യവസായ പ്രദർശനത്തിന് നാടകം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മുൻപന്തിയിൽ നിന്ന് കമലാഷ് ടീച്ചറാണ്. എല്ലാ കുട്ടികളെയും കമലാഷ് ടീച്ചർ മകളാണ് അതിൽ മെയിൻ നടിയായി വന്നത്. അത് ഞങ്ങൾക്ക് സമ്മാനം കിട്ടുകയും ചെയ്ത് അന്ന് കുഞ്ഞുമേനോൻ കൗൺസിലർ അയാളാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനം തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. ബാലസംഘത്തിൽ 100-120 കുട്ടികളാണ് ഒരു മണിക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല ബാലസംഘത്തിനൊക്കെ നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? അന്ന് ഞാൻ ശശിമോഹൻ ശശിമോഹൻ ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ നിത്യം വരും. പിന്നെ ബാലസംഘത്തിലൊക്കെ നാടകങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ചെറിയ നാടകങ്ങളുണ്ട്. അതിന് പേര് എല്ലാവരും ഉണ്ടല്ലോ. ഗെറ്റ് റെഡി അല്ലേ? ബേബി ഗിരിജൊക്കെ ഉണ്ട് കൂട്ടത്തില് സഹായിക്കാൻ. ഏത് വേണ്ട രവീന്റെ ഭാര്യ. അപ്പോൾ അങ്ങനെ അതാണ് പണം പൂപ്പിക്കാനുള്ളതല്ല. ചേമ്പിൽ വിവേകാനന്ദന്റെ നാടകമാണ്. അഭിനയിച്ച നല്ല ഓർമ്മയുണ്ട്. അന്ന് റേഡിയോ പരിപാടി കിട്ടും. അതെ, കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ. ഒരു കുട്ടിക്ക് മണൽത്താഴത്തുള്ള ഒരു കുട്ടിക്ക് പോവാൻ ഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അന്ന് എന്താ വെച്ചാൽ ബാലസംഘത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി എയറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല പാട്ട് പാടുന്നതാണ് ഒരു കുട്ടി. അതേമാതിരി ടി.കെ. വിജയലക്ഷ്മീനെ ഭയങ്കര മടിയാ. അവളെ അകത്തൊക്കെ പോയിരിക്കും. അപ്പം ഞങ്ങൾ പോയിട്ട് അതിന് പിടിച്ചു വലിച്ച് ബാലസംഘത്തിൽ കൊണ്ടുപോകും. അപ്പോൾ അന്നൊക്കെ പിന്നെ അവൾ വളരെ ആക്റ്റീവായി. അപ്പം ബാലസംഘം നന്നായിട്ട് അങ്ങനെ നടക്കും. പ്രവർത്തനം തുടങ്ങി 2 വർഷം പിന്നിട്ടപ്പോഴും വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന പ്രവണത ലൈബ്രറിക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തന മണ്ഡലം മാറിയതോടെ 3-ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിക്കുകയും 1957 ജനുവരി 20-ന് കല്ലിട്ട നടയിലെ വയലിൽ വെച്ച് 3-ാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു. പ്രൊഫസർ സി നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടനത്തിൽ MT വാസുദേവൻ നായരും KT മുഹമ്മദും പ്രാസംഗികരായിരുന്നു. കലാസമിതി KTയുടെ കറവറ്റ പശു എന്ന നാടകം അവതരിപ്പിച്ചു. പിന്നീട് 1964 വരെ എല്ലാ വർഷവും പ്രദേശത്തിന്റെ സാംസ്കാരിക ഉത്സവമായി വാർഷികാഘോഷങ്ങൾ നടത്തപ്പെട്ടു. കലാസമിതിയുടെയും ബാലസംഘത്തിന്റെയും നാടകങ്ങളായിരുന്നു വാർഷിക ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകിയത്. കലാസമിതിയെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് KT മുഹമ്മദായിരുന്നു. KT ലൈബ്രറിക്ക് വേണ്ടി അനവധി നാടകങ്ങൾക്ക് രചന നിർവഹിച്ചു. നാടകരചനയുടെ രസകരമായ അനുഭവം KT വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഗോവിന്ദപുരം ലൈബ്രറിയുടെ വാർഷികാഘോഷത്തിൽ അവതരിപ്പിക്കാൻ ഒരു നാടകം എഴുതാനായി A. ചന്ദ്രൻ അടക്കമുള്ളവർ സമീപിച്ചു. പോസ്റ്റ് ഓഫീസിലെ ജോലിയിൽ നിന്നും കുറച്ച് ദിവസം അവധിയെടുപ്പിച്ചു. പറഞ്ഞ സമയം വീട്ടിൽ വന്ന് അവർ നാടകകൃത്തിനെ കൊണ്ടുപോകുന്നു. വായനശാലയിലെത്തി. കടലാസും പെന്നും തയ്യാർ. എവിടെ വെച്ചാണ് എഴുത്ത്? ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 5-6 പേർ ജാഥയായി കിഴക്കോട്ട് നീങ്ങി. മുന്നറിയിപ്പില്ല, മുദ്രാവാക്യങ്ങളില്ല. എരവത്തൂന്നിലേക്കാണ് യാത്ര. അപകടങ്ങൾ ഒന്നുമില്ലാതെ ഉച്ചിയിലെത്തി. വൃക്ഷത്തണലിൽ മയങ്ങുന്ന പാറകളിലൊന്നിൽ ചെന്നിരുന്നു. അവരെൻ്റെ ഷർട്ടഴിക്കുന്നു, ബനിയനഴിക്കുന്നു, മുണ്ടഴിക്കുന്നു. ജഡ്ഡിമാത്രധാരിയായി അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിന്നു. ചന്ദ്രൻ പറഞ്ഞു, ഈ വഴി മനുഷ്യരാരും വരില്ല, അതുകൊണ്ട് ലജ്ജിക്കേണ്ട കാര്യവുമില്ല. ഞങ്ങളെല്ലാവരും അതാ ആ മരത്തിൻ്റെ തണലിലിരിക്കും. KT ഇവിടെ നിന്ന് എഴുതിക്കോളൂ. വിളിച്ചു പറഞ്ഞാൽ ആവശ്യമുള്ളതൊക്കെ ഇവിടെ എത്തും. ചായ മുതൽ ചോറ് വരെ. ഷർട്ടും മുണ്ടും വൈകുന്നേരം തിരിച്ചു വരും. പറഞ്ഞതുപോലെ ചെയ്യാൻ അവർക്ക് മനക്കരുത്തുണ്ടായിരുന്നു. ആ നഗ്നാവസ്ഥയിൽ പാറക്കല്ലിലിരുന്നും കിടന്നും നാടകം എഴുതി തുടങ്ങി. എത്ര ദിവസം എടുത്തു എന്നിപ്പോൾ ഓർക്കുന്നില്ല. താക്കോലുകൾ
എന്ന നാടകം എഴുതി തീർത്തു. നാടകം കളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവാറില്ലേ ഓ ലൈബ്രറിയില്? പി വി അച്യുതൻ, ദാമോദരൻ നായർ, നാണു ഏതോ ഒന്നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സഹകരിച്ച് അന്നത്തെ ചെറുപ്പക്കാർ മുഴുവൻ നല്ല സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ആ നാടകത്തിനൊക്കെ മേക്കപ്പ് ചെയ്തൊക്കെ ഇവര് ചന്ദ്രൻ, എണ്ണപ്പാടത്ത് ചന്ദ്രൻ, പിന്നെ അനിയൻ, അയാളുടെ അഞ്ചൻ കൃഷ്ണൻകുട്ടി അന്നൊന്നുമില്ല. മേക്കപ്പിനൊന്നും എത്ര കാലം കഴിഞ്ഞിട്ടാ മാധവൻ, കുറുങ്ങാടൻ മാധവൻ ഇവിടെ അതെയാ അയാളൊക്കെ ദേശഭൂഷ് വന്നിട്ട് ലൈബ്രറിക്ക് വേണ്ടി നല്ലോണം പ്രവർത്തിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്ന ആളാ. ഓക്കെ. ചുരുങ്ങിയ ചെലവില് ചന്ദ്രന്റെ കെയർ ഓഫിലാണ് വന്നതെങ്കിലും കൂടി പിന്നെ സ്ഥിരം കുറുങ്ങാടൻ മാധവൻ, കൃഷ്ണൻകുട്ടിയൊക്കെ പിന്നത്തെ തലമുറയിൽ വന്നതാ. വാർഷികം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും വാർഷികം ഗംഭീരമായിട്ട് ആചരിക്കും. കൂടുതലും നാടകങ്ങളൊക്കെ ഉണ്ടാവല് കല്ലിട്ടണ ജംഗ്ഷൻ്റെ അവിടെ കുന്നമ്മൂൽ അമ്മൂട്ടമ്മേന്റെ വയലിലാണ് ഉണ്ടാവല്. വാർഷികം എല്ലാ കൊല്ലവും വാർഷികം അവിടെ ആചരിക്കുന്നുണ്ട്. ആ വാർഷികം ആചരിക്കുന്ന സമയത്ത് ഗോവിന്ദപുരം നിവാസികളും ഈ കാവിൽക്കോട്ട വളയനാട് ഇവിടെയുള്ള പുതിയ പാലത്തിന്റെ ആ പാലത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആളുകളും മുഴുവൻ തന്നെ ആ നാടകം കാണാൻ. അന്ന് പറഞ്ഞാൽ നാടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിനിമേനെക്കാട്ടും വലിയൊരു പ്രചാരമുള്ളൊരു സംഭവമായിരുന്നു. അതേമാതിരി തന്നെ തിക്കോടിയൻ്റെ ഒരു നാടകം അമ്മയെ ഒഴിവുകാലം വന്നു എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അത് കണ്ടവരൊക്കെ കരഞ്ഞിട്ടല്ലാതെ അതിന് മുന്നിൽ പോയിട്ടില്ല. അമ്മയെ ഒഴിവുകാലം വന്നെന്ന് പറഞ്ഞാൽ ഒഴിവുകാലം വരുന്നത് പിന്നെ അമ്മ മകനെ തല്ലുമ്പോൾ ഇനി ഈ ഒഴിവുകാലം വന്നാൽ എങ്ങനെയാണ് ഇവിടെ കുരുത്തക്കേട് കളിക്കാന്ന് പറയുമ്പോൾ ഒഴിവുകാലം വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല അമ്മയെന്നത്. അതാ നാടകത്തിൽ പറയുന്ന സമയത്ത് അത് കാണുന്ന കാണികൾ പോലും കരഞ്ഞു. അതേമാതിരി ആ സ്കൂൾ പൂട്ടി രണ്ട് മാസത്തെ സ്കൂൾ പൂട്ടിയപ്പോൾ അയാൾ മരിച്ചു പോവുകയാണ്. അപ്പോൾ ഓൻ പറഞ്ഞതും ഈ വാക്കും കൂടി അർത്ഥവത്തായി പോയി എന്ന് പറഞ്ഞിട്ട് അയമയ്ക്ക് ജീവിതകാലം മുഴുവൻ പിന്നെ സങ്കടമായിരുന്നു. അതാണ് ആ നാടകം. പിന്നെ നാടകങ്ങൾക്കാണെങ്കിൽ അന്ന് ചന്ദ്രേട്ടനാണ് മേക്കപ്പിനുണ്ടായിരുന്നത്. എണ്ണപ്പാടത്ത് ചന്ദ്രേട്ടൻ, ചന്ദ്രകൃഷ്ണകുട്ടിയേട്ടൻ അവരനിയൻ ശരി ഉണ്ടാവും. പിന്നെ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഗോതൂർത്ത് യൂണിവേഴ്സിറ്റിയിൽ ജോലിയുള്ള അതെ അവർ മൂന്നാളാണ് മേക്കപ്പിൽ ഉണ്ടാവുക. അന്ന് എന്നെ വിളിച്ചു നിർത്തുവർ. അങ്ങനെ അവരെ കൂടെ നിന്നുകൊണ്ട് അത്യാവശ്യം മേക്കപ്പും പഠിച്ചു. അങ്ങനെ ലൈബ്രറി പുറമെ ആരെയും വിളിക്കില്ല, ലൈബ്രറി പ്രവർത്തകർ തന്നെ എല്ലാം ചെയ്യാന്നുള്ളതാണ്. പിന്നെ എന്താ നാടകങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റേജ് തന്നെ നമ്മൾ ലൈബ്രറി പ്രവർത്തകർ സ്റ്റേജ് കിട്ടുക. അതെ കർട്ടൻ മാത്രം അന്ന് ദേശഭൂഷിന് സർവോളിന് ഏൽപ്പിക്കും. അതേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ രംഗസജ്ജീകരണങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അതാണ് സഹായത്തിൽ ദിവാകരൻ, രാജിദാസൻ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ മൂന്ന് ചേർന്നിട്ട് രാത്രിയും ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ ഉണ്ടാക്കുക, സെറ്റിങ്സ് ഫുൾ നല്ല സെറ്റിങ്സ് ഉണ്ടാക്കും. അങ്ങനെ ആ രംഗത്തും അവരെ അതിൽ നിന്നാണ് കൂടുതൽ ഈ നാടകത്തിലേക്കും ഇതൊക്കെയുള്ള താല്പര്യം വന്നത്, മേക്കപ്പിലേക്കും വന്നത്. ലൈബ്രറിയിൽ അംഗങ്ങളും വായനക്കാരും വർദ്ധിച്ചു വന്നതോടെ വായനശാലയുടെ ആസ്ഥാന മന്ദിരം വിപുലീകരിക്കേണ്ടത് അത്യാവശ്യ കാര്യമായി മാറി. 1964 പ്രവർത്തക സമിതി വീണ്ടും പാറക്കൽ രാമൻ മേനോനെ സമീപിച്ച് നിലവിലുള്ള ലൈബ്രറി കെട്ടിടത്തോട് ചേർന്നുള്ള കുറച്ചു സ്ഥലം കൂടെ വാങ്ങിച്ചു. പുതുതായി വാങ്ങിയ സ്ഥലത്ത് ഒരു ഹാൾ പണിയുവാൻ തീരുമാനിച്ചു. 1966 ജൂലൈ മാസം ഹാളിന്റെ തറ പണിതെങ്കിലും കെട്ടിടം പണി പൂർത്തീകരിക്കുവാനുള്ള പണം സ്വരൂപിക്കുവാൻ കഴിയാതെ വന്നു. 1972 പി ബാലകൃഷ്ണൻ കൺവീനറായി ബിൽഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1972 ഒക്ടോബർ 1 തീയതി തുടങ്ങി 2 മാസത്തിനകം കെട്ടിട വികസനം പൂർത്തീകരിച്ചു. 1973 ജനുവരി 26 കൽപ്പള്ളി മാധവമേനൻ MLA അധ്യക്ഷതയിൽ കോഴിക്കോട് മേയർ കോളിയോട്ട് ഭരതൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്തെ വനിതകളെ സാമൂഹ്യവും സാംസ്കാരികവുമായി ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1972 ജനുവരി 9 സി സത്യവതി പ്രസിഡന്റും എസ് ലളിത സെക്രട്ടറിയുമായി മഹിളാ സമാജം രൂപീകരിച്ചു. മഹിളാ സമാജത്തിന്റെ കീഴിൽ തുന്നൽ ക്ലാസുകളും ആരംഭിച്ചു. സത്യവ ടീച്ചറെ പണ്ട് കാലത്ത് ഗോവിന്ദൻ ലൈബ്രറിയിലെ വനിതാ വിഭാഗത്തിലായിരുന്നു.
അപ്പോ അന്ന് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? കുഞ്ഞലക്ഷ്മി, ഉം. വസന്ത, പിന്നെ തിലോത്തമ്മന്റെ, അത്തേഴ്ത്തി, പിന്നെ രാധ ടീച്ചർ, ലീലെഴുത്തി, പിന്നെ സത്യത്തിന്റെ മോളുണ്ടായിരുന്നു. അല്ല, അന്ന് ഇവിടെ വനിതാ വിഭാഗത്തില് നാടകമൊക്കെ കളിക്കാറുണ്ടായിരുന്നു? അയ്യോല്ല, സത്യ ടീച്ചർ കളിക്കാറില്ല എന്നല്ല, ആ സത്യ ടീച്ചർ മറ്റേ കളിക്കാറുണ്ടോ? കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, വനിതാ വിഭാഗം ഉഷാറായിരുന്നു ആ കാലത്ത്. ആ നല്ല കുട്ടികളായിരുന്നു ഒക്കെ. വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ലേ? വനിതകളുണ്ടായിരുന്നു, വനിതാ സമാജം. വനിത ഉണ്ടായിരുന്നു. അതില് നമ്മള് സതി, ആ എം കെ സതി, മേറ്റപ്പറമ്പില്, പിന്നെ മോഹന്റെ പെങ്ങളുടെ വിശാലാക്ഷി, അങ്ങനെ അവരെ കുറച്ച് ആളുണ്ട്. പിന്നെ ടി കെ സരോജിനി, സരോജിനി അനിയത്തി, വസന്തേച്ചി, അതെ, പിന്നെ ഒരു ശ്രീമതി ഉണ്ടായിരുന്നു, ശ്രീമതി, പിന്നെ വേറെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ആ കുഞ്ഞലക്ഷ്മി, രാധ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ വനിതന്റെ സജീവ പ്രവർത്തകർ ആ നാടകം അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഇതൊക്കെ ഇപ്പോഴും ലൈബ്രറി കാണണം, അവരെ നാടകത്തിന്റെ ഫോട്ടോസ്. പ്രദേശത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആദ്യ അക്ഷരത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുവാൻ 1974 ജനുവരി 4 ലൈബ്രറി നഴ്സറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രസിഡന്റ് പി നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ KR പണിക്കർ ആയിരുന്നു നഴ്സറി സ്കൂളിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. 2023 വരെ നഴ്സറി സ്കൂൾ പ്രവർത്തിച്ചു വന്നു. കൈവന്ന നേട്ടങ്ങളിൽ മതിമറന്നിരിക്കാതെ കർത്തവ്യ ബോധത്തോടെ പ്രവർത്തിച്ചു മുന്നേറുക എന്നതായിരുന്നു ലൈബ്രറിയുടെ മുദ്രാവാക്യം. ലൈബ്രറിയുടെ പടിഞ്ഞാറ് വശത്തെ 10 സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് വച്ചപ്പോൾ ലൈബ്രറിയുടെ തുടർ വികസനം മുന്നിൽ കണ്ട് പാർവതി അമ്മയിൽ നിന്നും പണം കൊടുത്ത് വാങ്ങുവാൻ തീരുമാനിച്ചെങ്കിലും സാമ്പത്തികം ഒരു തടസ്സമായി നിന്നു. പി കുഞ്ഞുണ്ണി മേനോന്റെയും പി നാരായണദാസിന്റെയും മഹാമനസ്കതയിൽ 1973 നവംബർ 30 ലൈബ്രറിയുടെ ആസ്തി 10 സെന്റ് കൂടെ വർദ്ധിച്ചു. ലൈബ്രറിക്ക് വസ്തു വാങ്ങുന്നതിലേക്കായി തികയാതെ വന്ന പണം കുഞ്ഞുണ്ണി മേനോനും നാരായണദാസും കടമായി നൽകി സഹായിച്ചു. കമ്മിറ്റിയെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ചെറുപ്പക്കാരായ ഞാൻ, നരേന്ദ്രൻ, ബാലസുബ്രഹ്മണ്യൻ, പീതാംബരൻ, പിന്നെ വി രവീന്ദ്രൻ, ഇവരെല്ലാവരും കൂടി ശ്രമിച്ചിട്ടാണ് അവസാനം ആ കമ്മിറ്റി പോയി. പ്രസിഡന്റ് നാരായണൻ നായർ, വൈസ് പ്രസിഡന്റ് കുഞ്ഞുണ്ണി മേനോൻ, പിന്നെ സെക്രട്ടറി ഞാൻ, ട്രഷറർ ബാലസുബ്രഹ്മണ്യൻ, അങ്ങനെ അടങ്ങുന്ന ഒരു 15 അംഗ കമ്മിറ്റി വന്ന്. അപ്പോഴാണ് ഒരു ദിവസം രാത്രി വന്നിട്ട് നായർ എന്നെ ഷാരോടി എന്നാണ് വിളിക്കുക. ഷാരോടി, പാർവതി സ്ഥലം വെക്കുന്നുണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് എന്നാലും അവിടെ ഒരു ഹോൾ ഉണ്ടായിക്കൂടെ, ഒരു ഹോൾ ഉണ്ടാക്കാം. അതാണ്. അപ്പോൾ ഇയാൾ ഉണ്ണിയാർ, പിന്നെ കൃഷ്ണൻകുട്ടി, ഇവർ 3 പേരും കൂടി സംസാരിച്ച് ചന്ദ്രൻ സംസാരിച്ച അവസാനം 5000 രൂപ സെന്റിനായിട്ട് 10 സെന്റ് സ്ഥലം ഉറപ്പിച്ചതിന് ശേഷം ടോക്കൺ മണി കൊടുത്തിട്ടാണ് കമ്മിറ്റിയിൽ വെച്ച്. അവസാനം രജിസ്ട്രേഷന് പൈസ ഇല്ല. എന്നുവെച്ചാൽ പൈസ വേണ്ടേ, 500 റുപ്യ ആണോ 5000 റുപ്യ വേണോ? ബാബ കുഞ്ഞുണ്ണി മേനോൻ്റെ കുറി കിട്ടുന്നു. കുഞ്ഞുണ്ണി പറഞ്ഞു എനിക്ക് എപ്പോഴും തന്നാൽ മതി. അങ്ങനെ പുഷ്പ തിയേറ്ററിൻ്റെ അടുത്തുള്ള റേഷ്യോ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ, പാർവതിയമ്മ, കണ്ണൻ നായർ എല്ലാവരും കൂടി പോയി രജിസ്റ്റർ ചെയ്ത്. അപ്പം കുറച്ച് സ്ഥലം രാമേൻ്റെ എനിക്ക് പിന്നെ കിട്ടണമെന്നായി. അത് പിന്നെ എത്ര 3 സെൻറ്റോ അല്ല 1.5 സെൻറ്റോ ഒറ്റ എടുത്തോ. അപ്പം ഇനി വീടുണ്ടാക്കും, അല്ല സ്ഥലം ഹോളുണ്ടാക്കും, ബിൽഡിംഗ് ഉണ്ടാക്കണം. ഗംഗാരെ പ്ലാനൊക്കെ തയ്യാറാക്കി. അപ്പം അച്ചുട്ടിയാർ, അതിൻ്റെ വേറൊരു കക്ഷി അച്ചുട്ടിയാർ എങ്ങനെയൊക്കെ മണത്തറിഞ്ഞ് അർബൻ ബാങ്കിലെ പഴയ കെട്ടിടം പൊളിക്കുന്നുണ്ടെന്ന്. ആ പൊളിച്ചത് അതാണ് ആ ജനവാതിലും വാതിലൊക്കെ കിട്ടി. അപ്പം അവിടെ പോയി എടുത്ത് ജനവാതിലും വാതിലൊക്കെ കിട്ടി. പിന്നെ പൈസ പിരിച്ചു. അപ്പം പൈസ എങ്ങനെ പിടിക്കണം? അപ്പം അതിനെന്ത് ചെയ്തു വെച്ചാൽ നാടക സായാഹ്നം എന്ന് പറഞ്ഞിട്ട് പറയും. അതിൽ രാജശേഖരനൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ.
പറയാതിരിക്കാൻ നിർത്തില്ല. അപ്പം ഞാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്നല്ലോ. കൂടത്തിൽ ഇവരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ. വീരവീന്ദ്രൻ ഇവരൊക്കെ 2 രൂപ നാടക സഹായത്തിന് ഒരാൾക്ക് അവിടെ ലൈബ്രറിയിൽ വെച്ചിട്ട്. ഓരോ നാടകം ഒരു മാസത്തിൽ ഒരു നാടകം. അപ്പം ഞങ്ങൾ രാവിലെ പോയിട്ട് കലക്ഷൻ നടത്തും, നാടകം അഭിനയിക്കും. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, NS വിജയരാജനെ കൊണ്ട് സ്ത്രീകൾ മാത്രം അഭിനയിക്കുന്ന ഒരു നാടകം എഴുതി. പുരുഷന്മാരും അഭിനയിക്കുന്നതും ഈ സ്ത്രീകൾ. TK സരോജിനിയൊക്കെ ഉണ്ടായിരുന്നു. TK സരോജിനി, രാധ, രാജശേഖരൻ്റെ രാധ, പിന്നെ വിശാലാക്ഷിൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, കൊച്ചു കമലാക്ഷി എന്ന് പേര്. അതന്നെ, കമലാക്ഷി. ഇവരൊക്കെ ആയിട്ട് അഭിനയിച്ച ഫുള്ളാണ്, ഹോള് ഫുള്ളായിരിക്കും. എല്ലാ മാസവും ഉണ്ടാവും. അപ്പം അതുകൊണ്ടും കുറെ പൈസ കിട്ടും. പിന്നെ ഷോടത്തി 2ാമത് കൊണ്ടുപോകും. 1973 നവംബറിൽ വാങ്ങിയ 10 സെന്റ് സ്ഥലത്ത് ഒരു ഹാൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും സാമ്പത്തിക പരാധീനത കെട്ടിട നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചു. എങ്ങും എത്താതിരുന്ന കെട്ടിട നിർമ്മാണം കേരള ഗ്രന്ഥശാല സംഘം കൺട്രോൾ ബോർഡ് അംഗമായിരുന്ന ഇബ്രാഹിയുടെ സഹകരണത്തോടെ 1990 ബിൽഡിംഗ് ഗ്രാൻഡായി സർക്കാരിൽ നിന്നും ലഭിച്ച തുകയും ലൈബ്രറി ജനറൽ ഫണ്ടിലെ തുകയും ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു. അങ്ങനെ ഹാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഹാളിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ KP കേശവമേനോൻ, മൂർക്കോത്ത് കുഞ്ഞപ്പ, വൺ മോർ പേഴ്സൺ, ശ്രീനിവാസനാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്, ജഡ്ജ്. 1954 ഇടുങ്ങിയ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച ഗോവിന്ദപുരം ലൈബ്രറി 1980 സംസ്ഥാനത്തെ A ഗ്രേഡ് ഗ്രന്ഥശാല എന്ന പദവി കരസ്ഥമാക്കി. 1993-94 പ്രദേശത്തെ കായിക അഭിരുചിയുള്ളവരുടെ ശ്രമഫലമായി ലൈബ്രറി ഹാളിന്റെ മുൻവശത്ത് നല്ലൊരു ഷട്ടിൽ കോർട്ട് നിർമ്മിച്ച് കൊല്ലന്തോറും ഷട്ടിൽ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു. ഷട്ടിൽ ടൂറിനെ പറ്റി പറയുകയാണെങ്കിൽ 85 കാലഘട്ടങ്ങളിലൊക്കെ ഷട്ടിൽ ടൂർണമെന്റിന് ഏറ്റവും പ്രചാരം കൊടുത്തത് ലൈബ്രറിയാണ്. ലൈബ്രറിയുടെ ഔട്ട്ഡോർ കോർട്ടിൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ, കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ പരിപാടി കാണാൻ വേണ്ടി വരലുണ്ടായിരുന്നു. മറ്റ് ഷട്ടിൽ ടൂർണമെൻ്റൊക്കെ ഇൻഡോർ കോർട്ടുകളിൽ ഒതുങ്ങി നിന്നിരുന്നു. അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ അത് ഷട്ടിൽ കളിക്കാനും അത് കാണാൻ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൈബ്രറിയിൽ ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും കളി കാണാനും അതുപോലെ തന്നെ ധാരാളം കളിക്കുന്ന അവസരമുള്ള ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോർട്ട് ഈ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ ശ്രമം അന്ന് ഈ കാലത്ത് ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് നല്ലൊരു ആവേശത്തോടുള്ള ചെറുപ്പക്കാർ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങാനുണ്ടായിരുന്നു. അപ്പം വളരെ ഈ നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളും സ്പോൺസർഷിപ്പായിട്ട് ബാനറുകൾ തരാനും ഈ കളികൾ സ്പോൺസർ ചെയ്യാനൊക്കെ തയ്യാറായിട്ട് വരുന്നൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇന്ന് അത്ര ഇല്ല. എല്ലാ കളികൾ മുഴുവൻ ഇൻഡോറിലേക്ക് ചുരുങ്ങി പോവുകയാണ്. ഒരു നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇൻഡോറിൽ ചെയ്യുകയും അതുപോലെ സാധാരണ വ്യായാമം എന്ന നിലയ്ക്കുള്ള കളികളാണ് അപ്പം നമ്മൾ ഈ ഔട്ട്ഡോർ കോർട്ടുകളിലൊക്കെ നടത്തി വരുന്നത്. കലാ സാംസ്കാരിക പരിപാടികൾ കൂടുതൽ പ്രേക്ഷകരെ ഉൾക്കൊള്ളിച്ച് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുവാനായി ഷട്ടിൽ കോർട്ടിനോട് ചേർന്ന് പടിഞ്ഞാറ് വശത്ത് ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും C. രാധാകൃഷ്ണനോട് കുറച്ച് ഭൂമി വിലയ്ക്ക് വാങ്ങി ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. സ്റ്റേജിലേക്ക് വേണ്ട കർട്ടൻ സെറ്റ് മാതൃഭൂമി കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി NR നായരും പ്രസംഗപീഠം K. വാസുദേവൻ നായരും നൽകി. നമുക്ക് ലൈബ്രറിക്ക് എല്ലാ പരിപാടിക്കും വരുമ്പോൾ കർട്ടൻ ഉണ്ടാവില്ല. ലൈബ്രറി എന്നും ഞാൻ ഇവരോട് പറയും നമുക്ക് ഒരു കർട്ടൻ വാങ്ങണം. സെക്രട്ടറി മീറ്റിംഗ് ആദ്യം മീറ്റിംഗ് വെക്കുമ്പോൾ ഞാൻ ഇവരോട് മീറ്റിങ്ങിൽ പറയും. അങ്ങനെ ഗോപാലമാഷ കർട്ടൻ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരിക. ഒരു കലാശാല ഗോപാലമാഷ ഉണ്ട് പുതിയകാലത്ത്. അയാൾ കളി സ്കൂളിലെ മാഷായിരുന്നു. അയാൾക്കൊരു കർട്ടൻ ഉണ്ട്. ആ കർട്ടൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കെട്ടുക. മാഷ തരും. അയാൾക്ക് അതേ ചുരുങ്ങിയത് കൊടുത്താൽ മതി, ഞാനാ കെട്ടുക. അങ്ങനെ കിട്ടി. അങ്ങനെ ഇവരോട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നാരായണൻ നായർ, ജനാർദ്ദൻ നായർ, കുഞ്ഞുണ്ണി മേനോൻ ഇവരൊക്കെ കമ്മിറ്റിയുള്ള സമയത്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ കർട്ടൻ വേണമെന്ന്. ലാസ്റ്റിനോട് പറഞ്ഞു നമുക്ക് കർട്ടൻ വാങ്ങാം. അങ്ങനെ അവര് ഈ ഇതിൻ്റെ ദ്വാരം തന്നെയാണ്. മറ്റേ ഇവിടെ NR നായരെ പോയി കണ്ടു. NR നായരായിട്ട് സംസാരിച്ചു. പറഞ്ഞു ശരി നിങ്ങൾ കണ്ടോളൂ, തുണി എടുത്തോളൂ. അതിൽ ഇവർ തന്നെ എന്നോട് പറഞ്ഞു നീ തന്നെ തുണി സെലക്ട് ചെയ്യണം. അങ്ങനെ രമേശ് ഹാളിൽ പോയിട്ടാണ്
ഈ തുണി സെലക്ട് ഇപ്പോൾ ഉള്ള കർട്ടൻ്റെ തുണി സെലക്ട് ചെയ്തു. ബാക്ക് കർട്ടൻ്റെ തുണി വാങ്ങണം, ബാക്ക് കർട്ടൻ സൈഡ് കർട്ടനൊക്കെ വേണം. അങ്ങനെ നമ്മളെ ദിവാകരനോട് പറഞ്ഞ് അതിനെ പറ്റിയിട്ട് എവിടെ കിട്ടാറുണ്ടോ. അതിനെ ദിവാകരൻ പറഞ്ഞ് കണ്ണൂര് ഒരു മില്ലിൽ ഉണ്ട്, ഞാൻ അവരോട് ആ മില്ലിൻ്റെ ആയിട്ട് ദിവാകരന് ബന്ധമുണ്ട്. അങ്ങനെ കണ്ണൂർ പോയി തുണിയാണ് എന്നുള്ള നീല തുണി ബാക്ക് കർട്ടനും ഇതൊക്കെ അത്ര കാലം അത്ര ഇതുള്ളതാണ് പഴക്കമുണ്ട് ആ കർട്ടന്. അങ്ങനെ കർട്ടൻ അടിച്ചു. 2004-2007 വർഷത്തെ ലൈബ്രറി പ്രവർത്തക സമിതി ലൈബ്രറിയുടെ അടിസ്ഥാന സൗകര്യം വിപുലീകരണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ് വശത്തെ ലൈബ്രറി ഹാളിന്റെ മുകളിൽ MLA-മാരായിരുന്ന TPM സാഹിർ, PMA സലാം എന്നിവരുടെ നിയമസഭാ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും ലൈബ്രറി ഫണ്ടും ചെലവഴിച്ച് ഒരു താൽക്കാലിക ഹാൾ കൂടെ നിർമ്മിച്ചു. കലാഭിരുചിയുള്ള പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കലാസമിതിയുടെ ആരംഭം മുതൽ കേളപ്പൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ ആരംഭിച്ച ശാസ്ത്രീയ നൃത്ത പരിശീലന ക്ലാസ് നൃത്യ അധ്യാപകരായ ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, രാധ ടീച്ചർ എന്നിവർക്ക് ശേഷം കലാമണ്ഡലം ലതാ സുരേഷിന്റെ ശിക്ഷണത്തിൽ ഇന്നും എല്ലാ ഞായറാഴ്ചകളിലും നടന്നുവരുന്നു. ലൈബ്രറിയിൽ ആദ്യം നൃത്ത ക്ലാസ് നൃത്തത്തിൻ്റെ അധ്യാപകനായിട്ട് കേളപ്പൻ മാഷ വന്നു. കാളപ്പ മാഷ വന്നിരുന്നു. കേളപ്പൻ മാഷെ ഇതെന്താണെന്ന് വെച്ചാൽ അരങ്ങേറ്റമായൊക്കെ ഒരു പ്രശ്നമല്ല. അത് പറയുന്ന ചെയ്യും, അത് അരങ്ങേറ്റമല്ലല്ലോ പ്രശ്നം. ഡാൻസ് കുട്ടികൾ സ്റ്റെപ്പ് പഠിക്കേണ്ട ആദ്യം 1 2 1 2 1 2 എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ സ്റ്റെപ്പായിരിക്കുക. ഒരു മാസം 2 മാസമൊക്കെ സ്റ്റെപ്പായിട്ട് പോകും. മുടിയൊക്കെ ഉണ്ടായിട്ടൊരു നല്ല മാഷ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നിന്നുപോയി. നിന്ന് പോയപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് തിരുവന്നൂർ രാധയൻ. നന്നായി പഠിപ്പിക്കും, നന്നായിട്ട് പഠിപ്പിക്കും. ആള് കുഴപ്പക്കാരിയൊന്നുമല്ല, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ ലത. നൃത്ത ക്ലാസ്സിന് പുറമെ താര രാജഗോപാലിന്റെ ശിക്ഷണത്തിൽ ശനിയാഴ്ചകളിൽ ചിത്രരചനാ ക്ലാസും GM അജിത് കുമാറിന്റെ ശിക്ഷണത്തിൽ തബല ക്ലാസും വിജയലക്ഷ്മി ടീച്ചറുടെ ശിക്ഷണത്തിൽ സംഗീത ക്ലാസും ലൈബ്രറി നടത്തിവരുന്നു. രണ്ടായിരത്തി 2013 വർഷത്തെ പ്രവർത്തക സമിതി ലൈബ്രറി റീഡിംഗ് റൂം കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി കെട്ടിടം പൊളിച്ചു പണിയുന്നതിന് തീരുമാനിക്കുകയും കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10,40,000 രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചതോടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം 2014 ഫെബ്രുവരി 28 ലൈബ്രറി പ്രസിഡന്റ് VT സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ MK രാഘവൻ MP നിർവഹിച്ചു. MP ഫണ്ടിന് പുറമെ കോഴിക്കോട് കോർപ്പറേഷന്റെ ജനകീയ ആസൂത്രണ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയും പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച 9 ലക്ഷം രൂപയും ചേർത്ത് നിർമ്മിച്ച പുതിയ റീഡിംഗ് റൂം 2018 മാർച്ച് 24 ലൈബ്രറി പ്രസിഡന്റ് MC വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്കും ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് വായനശാലയുമായിട്ട് സാമ്പത്തിക സഹായം വായനശാലയ്ക്ക് ചെയ്യാൻ സാധിച്ചൊരു സന്ദർഭം കൂടിയാണ്. അത് പ്രത്യേകം നന്ദി ഈ ജനങ്ങളോട് പറയുകയാണ്. കാരണം ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. വായനശാലയുടെ കെട്ടിടത്തിന് ധനസഹായം 5 ലക്ഷം രൂപ കോർപ്പറേഷൻ്റെ പദ്ധതിയിൽ നമുക്ക് ഉൾപ്പെടുത്തി സഹായിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതുപോലെ ഫർണിച്ചറുകളും വായനശാലയ്ക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വായനശാലയുടെ പഴയകാല പ്രവർത്തകന്മാരിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന നിരവധി പേരുണ്ടായിരുന്നു. അതിൽ എണ്ണിയെടുത്ത് ഓർമ്മിക്കപ്പെടുന്ന ആളുകളുടെ ഒരു സ്മാരകം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവർക്കെല്ലാം റോഡുകളുടെ പേരുകൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പേരാണ് KR പണിക്കർ. കല്ലിട്ടട മുതൽ ഗോവിന്ദപുരം വായനശാലയ്ക്ക് മുന്നിൽ കൂടെ പോകുന്ന റോഡ് KR പണിക്കർ പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതിനോട് ചേർന്നുകൊണ്ടാണ് കൃഷ്ണൻ നായർ റോഡ്. ഗോവിന്ദപുരം വായനശാലയ്ക്ക് അടുത്തു നിന്നും ശ്രീവളനാട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് കൃഷ്ണൻ നായരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പള്ളിക്കര ശ്രീധരേട്ടൻ്റെ പേര് ഗോവിന്ദപുരം VK കൃഷ്ണമേനോൻ സ്മൃതിവനത്തിൻ്റെ അടുത്തുനിന്ന് ഹെൽത്ത് സെൻ്ററിൻ്റെ അടുത്തേക്ക് പോകുന്ന പള്ളിക്കര ശ്രീധരേട്ടൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്.
CK ശ്രീധരേട്ടൻ ഗോവിന്ദൻ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. അന്ന് വായനശാലയുടെ കെട്ടിടം കെട്ടുമ്പോഴെല്ലാം ഇവരെല്ലാം മൺതരിച്ച കഥകളൊക്കെ പറയാറുണ്ടായിരുന്നു. CK ശ്രീധരേട്ടൻ്റെ പേരിലും ഇന്ന് ഗോവിന്ദപുരത്ത് ഒരു റോഡ് അറിയപ്പെടുന്നുണ്ട്. P. നാരായണൻ നായരും ആ കൂട്ടത്തിൽപ്പെടുന്ന ആള് തന്നെയാണ്. P. നാരായണൻ നായരുടെ പേരിലും ഇന്ന് ഗോവിന്ദപുരത്ത് റോഡുണ്ട്. ശ്രീവളനാട് ക്ഷേത്രത്തിൽ നിന്നും കൊമ്മേരിയിലേക്ക് പോകുന്ന മേത്തോട് താഴം വരെ പോകുന്ന റോഡ് എൻ്റെ അച്ഛൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. P. കുഞ്ഞുണ്ണി മേനോൻ്റെ പേരിലാണ്. VT സുരേന്ദ്രൻ ഗോവിന്ദപുരം വായനശാലയുടെ ദീർഘകാലത്തെ പ്രസിഡന്റായി അസുഖം ബാധിച്ചിട്ടും വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കെടുത്ത വ്യക്തിയായിരുന്നു. VT സുരേന്ദ്രൻ്റെ പേരിലും ഇന്ന് വായനശാലയോട് ചേർന്നുകൊണ്ട് നമുക്ക് റോഡ് നാമകരണം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗോവിന്ദപുരം ലൈബ്രറി 70 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ മസാലപ്പൊടികളുടെ മുകളിലുള്ള ഒരു ചെറിയ മുറിയിൽ നിന്നും ഗോവിന്ദപുരം ഇപ്പോൾ കാണുന്ന ഈ വലിയ ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടാതെ 10,000-കണക്കിലധികം പുസ്തകങ്ങളും റെഫറൻസ് ഗ്രന്ഥങ്ങളും മറ്റ് മാസികകളും കലാപരിപാടികളുടെ എല്ലാ സജ്ജീകരണങ്ങളും കർട്ടൻ എല്ലാ സജ്ജീകരണങ്ങളും കൂടി വളരെ വിപുലമായ രീതിയിൽ ലൈബ്രറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 70 വർഷം ഈ പ്രദേശത്ത് 70 വർഷം പിന്നിട്ടിരിക്കുക എന്നത് തന്നെ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഏതൊരു പ്രദേശത്തും കാണാത്ത ഒരു പ്രവണത ആണ് അത് ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനും നല്ല രീതിയിൽ കൊണ്ടുനടക്കാനും ഈ ലൈബ്രറിക്ക് സാധിച്ചിട്ടുണ്ട്. കേവലം ഒരു മുറിയിൽ നിന്നും അതിനുശേഷം അതിൻ്റെ ഈ കാണുന്നതായ 20 സെന്റിൽ താഴെ സ്വന്തമായി ഭൂമിയുള്ള ഒരു വലിയ കെട്ടിടമുള്ള ഒരു സ്ഥാപനം ഇങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെ ആ കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷം കാണുന്ന ഒരു സംഗതിയാണ്. അതേമാതിരി ഈ 70-ാം വർഷത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ ഒരു നാഴികക്കല്ലായി ഒരു സ്ഥാപനം ഒരു ലാൻഡ്മാർക്കായി ഗോവിന്ദപുരം ലൈബ്രറി മാറിയിരിക്കുകയാണ്. എവിടെ പോയാലും എവിടെ തന്നെ നമ്മൾ ആരെ കണ്ടാലും അന്വേഷിക്കുക ഗോവിന്ദപുരം ലൈബ്രറി അതിൻ്റെ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ സംഖ്യ പിരിച്ചെടുത്ത് നമ്മളുണ്ടാക്കിയ ഈ കെട്ടിടങ്ങളും ഈ അനുബന്ധ സ്ഥാപനങ്ങളും നമ്മളുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം സംഭരിച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണ്. കൂടാതെ മറ്റനേകം മഹാരഥന്മാർ ഈ പ്രദേശത്തുള്ളവർ തന്നെ ഈ ലൈബ്രറിക്ക് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഗുരുസംഗമം കേന്ദ്രം എന്ന സീനിയർ സിറ്റിസൺ ഫോറം ലൈബ്രറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വൈകുന്നേരങ്ങളിൽ ഗുരുസംഗമ കൂട്ടായ്മ സജീവമാവും. പിന്നെ പല ചർച്ചാ ക്ലാസ്സുകളും അല്ലെങ്കിൽ ചേമ്പിൽ വിവേകാനന്ദ മാഷാണ് മിക്ക ദിവസം ഓരോ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുക. എല്ലാവർക്കും വളരെ ഒരു 7-7:30 മണി വരെ എല്ലാവരും ഉണ്ടാവും. അതിനുശേഷം എല്ലാവരും പിരിയും. അങ്ങനെ ഞായറാഴ്ച മാത്രം ഉണ്ടാവില്ല, ബാക്കി ആഴ്ചയിൽ 6 ദിവസം എല്ലാവരും ഒത്തുകൂടും. പിന്നെ ബുക്ക് വായന ഉണ്ടോ ഈ ഗുരുസംഗമത്തിൽ? എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവരും ഓരോ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നത് ആരാണ്? ഇൻട്രസ്റ്റ് എടുത്ത് താല്പര്യം കൂടുതൽ കാണിക്കുന്നത് ആദ്യകാലങ്ങളിൽ പ്രേംകുമാർ വായിച്ചിരുന്നു, പിന്നെ ചേമ്പിൽ വിവേകാനന്ദ മാസ്റ്റർ വായിച്ചിരുന്നു. അവർ രണ്ടുപേരെ സ്ഥിരമായി, പിന്നെ മോഹൻ ബാബു, ഈ 2-3 പേരാണ് സ്ഥിരമായി വായിക്കാറുണ്ടായത്. എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പൊ ഗുരുസംഗമം എല്ലാം കൊണ്ടും വളരെ ഗുണമുള്ള കാര്യമാണ്. അവിടെ എല്ലാവർക്കും വൈകുന്നേരം ഒത്തുകൂടാനുള്ള ഒരു വേദിയായി മാറിയിട്ടുണ്ട്. അവിടെ എല്ലാവരും വരുന്നുണ്ട്. ഗുരുസംഗമ കേന്ദ്രത്തെ പറ്റി ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് മാത്രമല്ല, ഗോവിന്ദപുരം ലൈബ്രറിയുടെ പ്രധാന പ്രവർത്തകന്മാരുടെ ഒക്കെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് വിനോദാണ്. ബാങ്ക് വിനോദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ്. ഇത് SBTയിൽ നിന്ന് മാനേജറായിട്ട് റീജിയണൽ മാനേജറോ മറ്റായിട്ട് റിട്ടയർ ചെയ്തതാണ്. റിട്ടയർ ചെയ്യുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ മറ്റു പല മേഖലകളിലായിരുന്നെങ്കിലും റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും ഗോവിന്ദപുരത്തേക്കും ഗോവിന്ദപുരം ലൈബ്രറിയിലേക്ക് ഒതുങ്ങി എന്നുള്ളത് ലൈബ്രറിക്ക് കിട്ടിയ വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കുന്ന ഒരു മുഖമാണ്. അദ്ദേഹമാണ് പുസ്തകങ്ങളുടെ ചർച്ച, ഗാനമേളകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് നേതൃത്വം തന്നിരുന്നത്. വിനോദ് വളരെയേറെ ശബ്ദിക്കുന്ന ആളല്ല, വാചാലനല്ല, വളരെ മൗനമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാറ്.
പക്ഷെ അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിറകിലുണ്ടാവുന്നത് എപ്പോഴും നമുക്കൊരു പ്രചോദനമായിരുന്നു. അങ്ങനെ വിനോദിന് പെട്ടെന്ന് അസുഖം വന്നു. വിനോദിന് അസുഖം വന്നപ്പോഴും വിനോദ് പറഞ്ഞു നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കണം, പുസ്തക ചർച്ച. അപ്പം സാധാരണ പുസ്തക ചർച്ച സംഘടിപ്പിക്കാത്ത വിനോദ് ഒരു ദിവസം പറഞ്ഞു ആദ്യത്തെ ചർച്ച വേണമെങ്കിൽ ഞാൻ തന്നെ സംഘടിപ്പിക്കാം. അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത പുസ്തകം എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയായിരുന്നു. ഓർമ്മയുണ്ടാവുന്ന എനിക്ക് ഒന്ന് പറയാമല്ലോ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആ ദേശത്തിൻ്റെ കഥ എന്നുള്ള പുസ്തകം അന്ന് അദ്ദേഹം ലൈബ്രറിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് അദ്ദേഹം അതിനിടയിൽ അദ്ദേഹത്തിന് അസുഖം വന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു, മിംസ് ഹോസ്പിറ്റലിൽ. പിന്നീട് അദ്ദേഹം ഐ.സി.യുയിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയം വരെയും അദ്ദേഹം ആ ദേശത്തിൻ്റെ കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്വപ്നം ഒരു ദേശത്തിൻ്റെ കഥ അവതരിപ്പിക്കലായിരുന്നു. അദ്ദേഹത്തിന് കഴിയാതെ പോയി. ഇപ്പോഴും ആ സ്വപ്നം പൂർണ്ണമായി നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആഗ്രഹമുണ്ട്. അവസാനം അദ്ദേഹം മരിച്ചപ്പോൾ ആ ദേശത്തിൻ്റെ കഥയും കണ്ണടയും പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇനിയും കുറേ ആൾ വന്നു. ഇപ്പോൾ ഇവിടെ നമ്മളെ ലൈബ്രറിയുടെ അടുത്താണ് താമസിച്ചത് അരവിന്ദൻ, അമ്പിളി ഡോക്ടറുടെ അച്ഛൻ. അയാൾ നല്ല സരസനായൊരു നല്ല ഒരു സാഹിത്യ പ്രേമിയാണ്, നല്ല വായനക്കാരനാണ്, നല്ലോണം കവിതകൾ ചൊല്ലും, പാട്ട് പാടും. ഇതൊന്നും ആരും അറിയില്ലായിരുന്നു. അങ്ങനെ ആരും അറിയാതെ കടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സമാഹരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അടുത്ത കാലത്താണ് ഞാൻ ലൈബ്രറിയായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്ന് ബന്ധപ്പെട്ട് തുടങ്ങിയപ്പം വിനോദ് കുമാർ പറഞ്ഞ് നമുക്ക് ഏതായാലും ഇനി പ്രായമില്ലായി, നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അപ്പോൾ കുറച്ച് നമുക്ക് ഒരു കാര്യം ഇപ്പോൾ പുതിയവാലെല്ലാം പോയിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഗോവിന്ദൻ ലൈബ്രറി ആയിട്ട് നമ്മൾ ഗുരുസംഘമായ എല്ലാം ആയിട്ട് ദേശം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇവരെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ ഗോവിന്ദൻ വന്ന സമയത്ത് വെച്ചാൽ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന നമ്മളെ ഒരു കൂട്ടായ്മയിലൂടെ ഇപ്പം എല്ലാ കാര്യത്തിനും അത്യാവശ്യം ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഗുരുസംഗമത്തിന് പുറമെ ബാലവേദി, വനിതാവേദി, കായിക വിഭാഗം, സാഹിത്യ സമിതി, പ്രസിദ്ധീകരണ വിഭാഗം, സോഷ്യൽ സർവീസ്, കർട്ടൻ സമിതി, പബ്ലിസിറ്റി വിഭാഗം, കലാസമിതി എന്നിങ്ങനെ പ്രവർത്തന സൗകര്യാർത്ഥം ഉപസമിതികളും പ്രവർത്തിച്ചു വരുന്നു. വിനോദ് കവില് കലാസമിതി പ്രവർത്തനങ്ങളെ പറ്റി ഒരു വിവരണം തരണം. പിന്നെ നൃത്തത്തിൽ കുട്ടികളെ നൃത്ത പരിശീലന ക്ലാസ്സുകൾ പങ്കെടുപ്പിക്കാറുണ്ട്. നൃത്തത്തിന് വേണ്ടി കുട്ടികളെ ഓരോരോ സദസ്സിൽ കൊണ്ടുപോയിട്ട് സമ്മാനങ്ങൾ നേടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രംഗങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരും. ഗോവിന്ദൻ ലൈബ്രറിയിൽ ഒരു നാടകം ചെയ്യാന്നുള്ളത് അങ്ങനെ എല്ലാവരും വിളിച്ചു. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ നന്ദൻകാവിലുണ്ട്, മനോജുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ജയനാരായണൻ ഉണ്ടോ സംശയമുണ്ട് ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ വെച്ചുള്ള ഒരു നാടകം ചെയ്യുക. ജഗതി എനിക്ക് ആചാര്യയുടെ നാടകമാണ്. അത് സംവിധാനം ചെയ്യുന്നത് നമ്മളെ ഉണ്ണിയേട്ടനാണ്. ഉക്രു എന്ന് നമ്മൾ വിളിക്കുന്ന ഉണ്ണിയേട്ടൻ. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടറൊക്കെ പറഞ്ഞു. നന്ദൻ ഒരു MLA ആയിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. നന്ദൻ കാവില് ഒരു MLA. എൻ്റെ കഥാപാത്രം അന്ന് ഇനി ഞാൻ പറയാം 18 വയസ്സുണ്ടാകും. എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പെൻഷൻ പറ്റിയിട്ട് CPക്ക് എതിരെ ആദ്യമായിട്ട് കാറിന് കല്ലെടുത്തിരുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ക്യാരക്ടർ. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, ശരിയാവുന്നില്ല. അപ്പം അന്ന് അവിടെ ഈ നാടക റിഹേഴ്സൽ കാണാൻ വന്നിരുന്നാണ് ശങ്കരൻ നായർ, ഇന്ന് എൻ്റെ ഭാര്യയുടെ അമ്മച്ചൻ. അന്ന് ഞങ്ങള് അങ്ങനത്തെ ഒരു റിലേഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ 18 വയസ്സാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കണം. അത് ഉണ്ണിയേട്ടൻ പറഞ്ഞു, ശങ്കരേട്ടാ ഇതൊന്ന് പറഞ്ഞു കൊടുക്കേ, അഭിനയം എന്ന് പറഞ്ഞു കൊടുക്കേ. ശരിക്കും ഞാൻ ആ മനുഷ്യനെ ഞാൻ ഇങ്ങനെ നോക്കിക്കുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ ഏതോ തലത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. എനിക്കിപ്പോൾ ആ ഡയലോഗ് എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. CPയുടെ കാറിന് ആദ്യമായിട്ട് കല്ലെടുത്തിരുന്നത് ഞാനാ എന്നും അഭിമാനത്തോടെ. അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ 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 ആക്കുമ്പോ ശരിക്കും നമ്മൾ അതിലങ്ങോട്ട് സന്നിവേശിച്ച വരിയില്ലേ. അന്ന് നമുക്കതിൻ്റെ നല്ലൊരു പേരും കിട്ടി, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അതിന് ശേഷം കുറെ വയസ്സൻ ക്യാരക്ടറുകൾ തേടി വന്നപ്പോൾ പിന്നെ കുറേ ചെയ്തിട്ടില്ല. പിന്നെ ആ കൊല്ലം അത് അങ്ങനെ പോയി, നല്ല വിജയമായിരുന്നു. അപ്പൊ ഞങ്ങളവിടെ കുറച്ച് നാടകക്കാരൊക്കെ ആയി. രണ്ടാമത്തെ കൊല്ലം ഇതേപോലെ തന്നെ ഒരു ഗംഭീര നാടകം തന്നെ ചെയ്തു. ഒരു പ്രൊഫഷണൽ ട്രൂപ്പൊക്കെ ചെയ്യുന്ന മാതിരി ചമ്പകരാമൻ നാടകം. അതിൻ്റെ രചന രാജ്കുമാർ എന്ന് തോന്നുന്നുണ്ട്. അത് ഉണ്ണിയേട്ടനാണ് സംവിധാനം ചെയ്യുന്നത്. അന്ന് കലാസമിതിയുടെ തലപ്പത്തിരിക്കുന്നത് നമ്മളെ ഗോപി മാഷ്, മരിച്ചു പോയിട്ടില്ല.
ഗോപി മാഷ്. അങ്ങനെ സംവിധാനം അതിൽ ഞങ്ങൾ രണ്ടുപേര്, അതായത് ഞാനും നേഷം ഒരു വിദൂഷകന്മാരായി. പൂശകൻകുട്ടി അങ്ങനെ 2 പേരുകളാണ് ഞങ്ങൾ വിദൂഷകന്മാർ. എൻ്റെ ഏട്ടനാണ് അതിലെ കീചകവർമ്മൻ രാജാവായി. പിന്നെ അതിൻ്റെ സേനാധിപതിയായിട്ട് നമ്മുടെ വേലായുധേട്ടൻ്റെ കാർഗോ വേലായുധേട്ടൻ്റെ മകൻ വിനോദ്, പിന്നെ മനോജ് ചെയ്ത ക്യാരക്ടറായിരുന്നു തോന്നുന്നു. ഒരു കട്ടറായിട്ടുള്ള സ്ഥാനം തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ചെമ്പകരാമനായിട്ട് ചെയ്തത് നമ്മളെ ഹരീഷ രാഗില ഹരീഷ്. അങ്ങനെ ആ നാടകം ഗംഭീര ചെയ്തു. പിന്നെ ഞങ്ങൾ ലൈബ്രറിയിൽ ചില നാടകങ്ങൾ ശരിക്കും അവിടെ നമ്മൾ കണ്ടെത്തി നന്ദൻ എന്ന വ്യക്തി ആണ് അത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പം അവന് സിനിമയുടെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുന്നതാണ്. അവൻ ചില ഇപ്പോഴും ഞാൻ ഓർക്കാറുള്ള ചില ഇതെന്താന്ന് വെച്ചാൽ, അഭിനയം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കേണ്ട സാധനമൊന്നുമല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സാധനം. അപ്പൊ എന്നോട് ഒരു സബ്ജക്റ്റ് അവൻ എന്നോട് പറഞ്ഞത്, നീ ഇത് എങ്ങനെ അഭിനയിക്കും, സാധാരണ പറയും പോലെ പറഞ്ഞാൽ മതി. അപ്പൊ എനിക്കൊക്കെ അന്ന് വളരെ ചിരിയാ, അടങ്ങിയ പെട്ടെന്ന് ചിരിച്ചോളും. ഞങ്ങൾ നാടകത്തിൽ അവതരിപ്പിക്കുമ്പോഴും നന്ദന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കളിക്കും, എനിക്കിങ്ങനെ ചിരി വരും ചെയ്യും. ഞാൻ പെട്ടെന്ന് ചിരിക്കുന്നൊരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ അവനോട് നീ ചിരിക്കരുത് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ക്ലാസ്സും കൂടി തരുമായിരുന്നു. അങ്ങനെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അവൻ സഞ്ചരിച്ചിട്ടാണ് അന്ന് അവൻ ഈ ഗ്യാസ് ചാമ്പറിൽ വെച്ചിട്ട് ആളെ കൊല്ലുന്ന വിധവും ADV വായ്പയുടെ സംഗതികളൊക്കെ അവൻ അന്ന് നാടകത്തിലൂടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ട് അത് എന്താണ്, നമ്മളെ മണിമാമനായിരുന്നു, ഗോവിന്ദ ലൈബ്രറിയിലെ ലൈബ്രറിയൻ മണിമാമൻ ഒരിക്കലും എന്നെ കണ്ടിട്ട് പറഞ്ഞു, വിനോദ് അസലായിരുന്നു നിങ്ങളെ നാടകം കേട്ടോ. നന്നായിട്ട് അത് ചിന്തിക്കാനും ഉള്ള ഒരു കഴിവുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ, അസല് സാധനമായിരുന്നു. അങ്ങനെയുള്ള എന്താണ് റെയിൽവേ ട്രാക്കിൽ, അതായത് അന്നത്തെ ആ നാടകം നന്ദന്റെ കാഴ്ചപ്പാടിലെ നാടകം ഭയങ്കരമായിരുന്നു. മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകൾ, നാടകത്തിലൂടെ ഓർമ്മകൾ സഞ്ചരിച്ച് സമ്മാനിച്ചൊരു സംഭവമാണ് നമ്മൾ ഗോവിന്ദ ലൈബ്രറിയുടെ റിഹേഴ്സൽ ക്യാമ്പ്. രണ്ടായിരത്തി 2003 വളയനാട് പൗരസമിതിയുടെ ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള പുരസ്കാരവും 2017 കേരളീയൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ NC മമ്മൂട്ടി സ്മാരക പ്രഭാത് എൻഡോമെന്റ് പുരസ്കാരവും 2023 ഏപ്രിൽ 2 അക്ഷരം അഖില കേരള കലാ സാംസ്കാരിക രംഗം കോഴിക്കോടിന്റെ പ്രശസ്തി പത്രവും 2024 സഖാവ് KM കുട്ടിക്കൃഷ്ണൻ സ്മാരക പ്രഭാത് എൻഡോമെന്റ് പുരസ്കാരവും ഗോവിന്ദപുരം ലൈബ്രറിക്ക് ലഭിച്ച പ്രവർത്തന മികവിനുള്ള അംഗീകാരങ്ങളാണ്. 2015 മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നൊരു അവാർഡ് കിട്ടിയത്. ഇവിടെയുണ്ട് നമുക്ക് കിട്ടിയ മൊമെന്റോതാണ്. അതെ, കേരള സാഹിത്യ അക്കാദമിയുടെ ഇതാണത്. ഇന്നത്തെ വളർന്നു വരുന്ന കുട്ടികളോട് ഇതേപോലെ എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ പുസ്തക വായന സംബന്ധമായിട്ട്? വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ് അക്കാലത്ത് പറഞ്ഞുള്ളതാ. കുഞ്ഞുണ്ണി മാഷ് വായനശാലയുടെ ആദ്യകാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടി 7 വർഷം കഴിഞ്ഞതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഈ സംഘടന അന്നത്തെ കാലത്ത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചിരുന്ന പ്രവർത്തകർ തന്നെയാണ് വായനശാലയുടെ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. സമാന്തരമായി അനൗപചാരിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട്, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പോകുവാൻ കഴിയാത്ത ആളുകൾക്ക് പോലും വായിക്കുവാനും ലോക സാഹിത്യങ്ങളെക്കുറിച്ചും മലയാള സാഹിത്യത്തെക്കുറിച്ചും എല്ലാം കൂടുതൽ അറിവ് പകരുന്നതിനും ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ ഗോവിന്ദപുരം വായനശാല. അന്നൊന്നും പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങിക്കുവാൻ കഴിവില്ലാത്ത ആളുകൾ, എന്തിനു മാസികകൾ പോലും സ്വന്തമായി വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ, ഗോവിന്ദപുരം പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലും പല വീടുകളിലും സ്വന്തമായി പത്രം പോലും വാങ്ങിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു. അവർക്കെല്ലാം വായന ഒരു ശീലമായി വന്നത് ഗോവിന്ദപുരം വായനശാലയുടെ റീഡിംഗ് റൂമാണ്. ഞാനൊക്കെ വളർന്നു വരുന്ന സമയങ്ങളിൽ ബാലസംഘത്തിലൂടെയും ബാലജന സഖ്യത്തിലൂടെയും എല്ലാം
വായനശാലയിൽ വന്ന് അവിടെ നിന്ന് പുസ്തകങ്ങളെടുത്ത് വായിച്ച് ശീലിച്ചതാണ്. പിന്നീടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളിലും എല്ലാം സജീവമാകുന്നതിന് മുമ്പ് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വായനശാലയിലെ വായനയാണ്. അവിടെ ആ റീഡിംഗ് റൂമിൽ വലിയ മരത്തിൻ്റെ മേശയ്ക്ക് മുകളിൽ വരുന്ന പത്രങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാറായിരുന്നു. അതുപോലെ തന്നെയാണ് വിവിധങ്ങളായ നോവലുകളും എല്ലാം. അന്നത്തെ ലൈബ്രറിയന്മാരൊക്കെ വായനശാലയിൽ നിന്ന് വളരെ തുച്ഛമായ നാമമാത്രമായ വേതനം കൈപ്പറ്റിക്കൊണ്ടാണ് എല്ലാ പുസ്തകങ്ങളും കാറ്റലോഗ് ചെയ്തിരുന്നത്. ബാലുവേട്ടൻ്റെ കയ്യക്ഷരം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ കാറ്റലോഗ് തയ്യാറാക്കിയത്. PM ഹരിദാസും വള്ളത്തുമാടത്ത് പീതാംബരേട്ടനും വെള്ളത്തുമാടത്ത് രവിയേട്ടനും അതുപോലെ തന്നെ ബാലുവേട്ടനും എല്ലാം വളരെ നല്ല പ്രവർത്തനം നടത്തിയിട്ടാണ് ആ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചിരുന്നത്. അന്ന് ഒരു G സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വായനശാലയിൽ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അത് പലവക സെക്ഷനാണ്. നമ്മൾ അവിയൽ എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാ സാധനവും അവസാനം ആ സെക്ഷനിലാണ് ക്രോഡീകരിക്കുക. ABCD എന്ന് പറഞ്ഞുള്ള സെക്ഷനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുസ്തകങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പുസ്തകം വാങ്ങിക്കാനും ധാരാളം ആളുകൾ വരുന്നു. ഇന്നിപ്പോൾ ഗോവിന്ദപുരം പ്രദേശം നല്ല രീതിയിൽ വളർന്നു. ബൈപ്പാസിനോട് ചേർന്നുകൊണ്ടാണ് 2 മിനി ബൈപ്പാസും NH-ൻ്റെ നടുക്കുള്ള ഏറ്റവും നല്ല പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ ഗോവിന്ദപുരം പ്രദേശം. നമ്മുടെ വായനശാലയ്ക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. ഈ ഗോവിന്ദപുരം പ്രദേശത്തെ എല്ലാ വീട്ടുകാരെയും എല്ലാ താമസക്കാരെയും നമുക്ക് പരിധിയില്ലാതെ വായനശാലയിൽ അംഗങ്ങളാക്കുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അവർക്കെല്ലാം ഈ വായനശാല ഇൻ്റർനെറ്റ് മുഖാന്തരം എല്ലാം ഉപയോഗിക്കുവാൻ സാധിക്കണം. ഇന്ന് വായന റീഡിംഗ് എന്ന് പറയുന്ന റീഡിങ്ങിൻ്റെ കാലമാണ്. ആധുനിക ടെക്നോളജികൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ പുതിയ ന്യൂ ജനറേഷൻ വിഭാഗത്തെ പ്രത്യേകം വായനശാലയിൽ ആകർഷിക്കാനുള്ള പൊതു പരിപാടികളും നമുക്ക് നടത്തേണ്ടതുണ്ട്. ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം 70ാം വാർഷികത്തിൻ്റെ ഭാഗമായി അവിടെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങളുടെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. കോഴിക്കോട്ടെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ തന്നെ ഗോവിന്ദൻ ലൈബ്രറി എന്നും ഉയർത്തിക്കാട്ടാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുക. അതോടൊപ്പം ഈ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുക, പുസ്തകങ്ങളൊക്കെ നമുക്ക് മെയിൽ സംവിധാനം വഴി ആളുകളെ അറിയിക്കാനും പുസ്തകങ്ങൾ എന്തെല്ലാം പുസ്തകങ്ങളുണ്ട് എന്ന് അറിയിക്കാനുള്ള ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം തൊട്ടിട്ട് ഇപ്പൊ പുതിയ ആധുനിക രീതിയിലുള്ള എല്ലാവിധ ടെക്നോളജികളും നമ്മുടെ ലൈബ്രറിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, നമുക്ക് പ്രിന്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണോ ഇനിയും പുതിയ ടെക്നോളജി എന്തെല്ലാം വളർന്നു വരുന്നു ആ ടെക്നോളജി എല്ലാം നമ്മൾ ഈ നമ്മുടെ ലൈബ്രറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈബ്രറി കൗൺസിലും അതേപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ടാക്കി എല്ലാ ലൈബ്രറികളെയും ഒന്നിപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ലൈബ്രറി കൗൺസിൽ. അതിൻ്റെ കൂടെ നമ്മളും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഒരു വിരൽത്തുമ്പിൽ നമ്മൾ ഞെക്കിയാൽ നമുക്ക് നമ്മുടെ പുസ്തകം ഏത് അളമാറയിലാണ്, ഏത് സെക്ഷനിലാണ്, ഏത് സ്ഥലത്താണ് ഉള്ളത് നോക്കി വളരെ വേഗം എടുക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. അതിൽ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. നമ്മുടെ മുഖ്യമായ വിഷയം വായന തന്നെയാണ്. തലമുറയ്ക്ക് ആകർഷകമായ പരിപാടികളും കൂടെ നമ്മുടെ ലൈബ്രറിയിൽ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. 1954 ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം. 7 വർഷം പിന്നിടുമ്പോൾ ആ ചരിത്രത്തെ ഓർമ്മിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അന്നുള്ളതിൽ കുറച്ചുപേര് മാത്രമേ ഇന്ന് നമ്മോടൊപ്പം ഉള്ളെങ്കിലും ആ പഴയ ആളുകളുടെയൊക്കെ ഓർമ്മ നിലനിർത്തുന്ന സ്ഥാപനമായി ഇത് മാറണം. അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളാണ് ഈ ഭാഷത്തിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നായർ ബാലകൃഷ്ണേട്ടൻ, കന്നാട് നായർ, പി ശിവശങ്കരൻ എന്ന ബ്രദർ, ഗോവിന്ദപുരം, പി വേണുഗോപാൽ, പി എ ബാലകൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പേര്, ഇതിനടുത്ത് പറയേണ്ട ഒരുപാട് പേരുണ്ട്. അവരൊക്കെ തന്നെ നമുക്ക് ഓർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, അത് 54 ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും ചിലപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. അത്രയും എല്ലാം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മറ്റു കുടുംബ പ്രശ്നങ്ങളും കൂടെ തന്നെ ഒരു വിഷമം അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ അവരുടെയൊക്കെ അഭിരുചി, സാഹിത്യ അഭിരുചി വളർത്തിയെടുക്കുന്നതിന് അവർ സംഘടിച്ച അമ്പലപ്പറമ്പ്, ഇന്ന് അമ്പലത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ മാറി നല്ലൊരു അമ്പലമായി മാറിക്കഴിഞ്ഞെങ്കിലും ആ അമ്പലപ്പറമ്പ് ശരിക്കും ഈ പ്രദേശത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ഒരുപാട് കളിക്കാരെ, ഒരു സാഹിത്യകാരന്മാരെ, ഒരുപാട് നടന്മാരെയൊക്കെ സൃഷ്ടിച്ച അമ്പലപ്പറമ്പ്
ഇന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അവിടെ നിന്ന് തുടങ്ങിയ ഈ ലൈബ്രറി എല്ലാ മേഖലകളിലും നമ്മുടെ ലൈബ്രറിയെ, ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലൈബ്രറി കൗൺസിലിനും പ്രദേശത്തെ ലൈബ്രറികളും കൂടി ചേർന്ന് നടത്തുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വായനാ മത്സരം സംഘടിപ്പിക്കുന്നത്. എല്ലാ രീതിയിലും ലൈബ്രറിയെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് തന്നെയാണ് കമ്മിറ്റിയുടെ ഉദ്ദേശം. ആ ഉദ്ദേശം പൂർത്തിയാകണമെങ്കിൽ നമുക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും സഹകരണം ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണം. ആ വളർച്ചയിൽ നമ്മുടെ പഴയ ഓർമ്മകൾ എന്നും നിലനിർത്തിക്കൊണ്ട് ആ പഴയ ആളുകളുടെ അഭിരുചിയെ മറക്കാതെ, അവരുടെ പ്രവർത്തനങ്ങളെ കാണാതെ, ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അംഗീകാരം നൽകിക്കൊണ്ട് അവരുടെയൊക്കെ മനസ്സുണ്ടായിരുന്ന മാനസിക ഉല്ലാസത്തെ വളർത്തിയെടുത്ത് ഈ സാംസ്കാരിക കേന്ദ്രത്തെ അതിൻ്റെതായ ഉച്ചകൊണ്ട് എത്തിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം സഫലീകരിക്കുമെന്നാണ് ഞങ്ങളുടെ ആശ. സഫലീകരിക്കട്ടെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തന കാലത്ത് ലൈബ്രറി പ്രസ്ഥാനം തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു എന്നുള്ളതെല്ലാം ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ആ ചാരിതാർത്ഥ്യത്തോടുകൂടി നമുക്ക് ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത്. കാലത്തിന്റെ അനിവാര്യമായ പ്രവാഹത്തിൽ കോഴിക്കോടിന്റെയും നഗരശിരാകേന്ദ്രമായ മാനവേന്ദ്രൻ ചെറിയ മാനാഞ്ചിറയുടെയും രൂപവും ഭാവവും പാടേ മാറി. വളയനാട് കാവിന്റെ ആധ്യാത്മിക പ്രഭാവലയത്തിന് അതിരുകളില്ലാതെ ഗോവിന്ദപുരം ലൈബ്രറി രൂപം കൊണ്ട തകർന്നു കിടന്ന അമ്പലപ്പറമ്പ് പുനരുദ്ധീകരിച്ച് പാർത്ഥസാരഥി ക്ഷേത്രം നാശോന്മുഖമായി കിടന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ പാതയിൽ 1950കളിലെ ഗോവിന്ദപുരത്തിന്റെ അതിരടയാളങ്ങൾ മുത്തശ്ശിക്കഥകളിലെ തിരുശേഷിപ്പുകൾ. നഗരവൽക്കരണത്തിൽ ഗോവിന്ദപുരത്തെ ഇടുങ്ങിയ ഇടവഴികൾ വികസിച്ചു. രാവെന്നോ പകലെന്നോ ഭേദമെന്ന് വാഹന പ്രവാഹത്തിൽ ആധുനികതയുടെ വേഷഭൂഷാദികൾ. ശതാബ്ദി പിന്നിട്ട പ്രദേശത്തെ സരസ്വതി ക്ഷേത്രം മോടിയോടെ പുതുതലമുറയ്ക്ക് മുൻപിലും തല ഉയർത്തി നിൽക്കുന്നു. കോഴിക്കോട്ടുകാരനായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോന്റെ പേരിലുള്ള സ്മൃതിവനം കിഴക്കതിരായ എരവത്തുകുന്നിനെ പ്രകൃതി രമണീയമായ നഗര കാഴ്ചകളുടെ ഇടമാക്കി മാറ്റി. എരവത്തുകുന്ന് കുടിവെള്ള പദ്ധതി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കോഴിക്കോടിന്റെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി മാറിയ ജപ്പാൻ കുടിവെള്ള പദ്ധതി ജലസംഭരണിയും എരവത്തുകുന്നിനെ തേടി. PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം, നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖ വിദ്യാലയങ്ങൾ എരവത്തുകുന്നിനെ വിജ്ഞാന സമ്പാദന കേന്ദ്രവുമാണ്. തറവാട് വീടുകൾ നിന്നിടം സുന്ദര ഭവനങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും കയ്യെത്തി. ലോക പ്രശസ്തമായ ആതുരാലയങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഗോവിന്ദപുരത്തെ നഗരത്തിന്റെ ആടയാഭരണങ്ങൾ അണിയിച്ചു. ഇടുങ്ങിയ വാടക കെട്ടിടത്തിൽ 1954 പ്രവർത്തനം ആരംഭിച്ച് 70 വർഷം പിന്നിടുമ്പോൾ 397 ആജീവനാന്ത അംഗങ്ങളും 127 സാധാ അംഗങ്ങളും 19,348 ഗ്രന്ഥശേഖരവും അത്യാധുനിക നിലവാരമുള്ള റീഡിംഗ് റൂം, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ വഴിയുള്ള പുസ്തക വിതരണം ഉൾപ്പെടെ പ്രദേശത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അതിരടയാളമായി മാറിയ ഗോവിന്ദപുരം ലൈബ്രറി എന്ന അക്ഷരദീപം കൽപ്പാന്തകാലം പ്രശോഭിതമാകട്ടെ എന്ന് പ്രത്യാശിക്കാം.